താങ്ക് യു. എല്ലാവർക്കും എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യാമോ? കേൾക്കുകയും കാണുകയും ചെയ്യാം സാറേ. സ്തോത്രം. സകല ലോകത്തിന്റെ രാജാവ് എന്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആ ധന്യവും നിസ്തുല്യമായ നാമത്തിൽ എല്ലാവർക്കും സ്നേഹം വന്ദനം. നമ്മുടെ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡി ആൻഡ് ക്രിസ്ത്യൻ മിനിസ്ട്രീസ് എന്ന പ്രോഗ്രാമാണ് നമ്മൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇവിടെ ആരംഭിക്കേണ്ടതായത്. അതിലെ മോഡ്യൂലർ ഫോമിലാണ് 66 പുസ്തകങ്ങൾ നമ്മൾ പഠിച്ചു തരുന്നത്. അതിൽ ഒന്നാമത്തെ മോഡ്യൂളാണ് 4 സുവിശേഷങ്ങളും. ആ 4 സുവിശേഷങ്ങൾ ഒരുമിച്ച് നമ്മൾ പഠിക്കുകയാണ്. അപ്പൊ നമ്മൾ ആ മോഡ്യൂളിൽ ഇട്ടിരിക്കുന്ന പേര് ഫ്രം ബേത്ലഹേം ടു മൗണ്ട് ഒലീവ് എന്നാണ്. ആ മോഡ്യൂളിന്റെ പേരാണ്. ഇതിന്റെ ഫീസ് ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്നാണ് ഞാൻ പറയണ്ട. ഇത് ഒരു ഫുൾ യൂണിവേഴ്സിറ്റി പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് പരീക്ഷ എഴുതാം, താല്പര്യമില്ലാത്തൊരു പരീക്ഷ എഴുതാം, കമ്പൽസറി അല്ല. നോട്ട്സ് ആവശ്യമാണെന്നുള്ളവര് പോകുമ്പോൾ തന്നെ കോണ്ടാക്ട് ചെയ്താൽ നോട്ട്സ് കിട്ടും. ചില ടോപ്പിക്സിന്റെ നോട്ട്സ് കാണത്തില്ല, വീഡിയോ മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. നിങ്ങൾ വീഡിയോ കണ്ടാൽ മതി. നോട്ട്സ് നിങ്ങൾ എല്ലാവരും മേടിക്കണമെന്ന് കമ്പൽസറി അല്ല, ആവശ്യമുള്ളവർ മേടിച്ചാൽ മതി. നോട്ട്സിന്റെ അൺഎഡിറ്റഡ് വേർഷൻ ആരും ചോദിക്കരുത്. അൺഎഡിറ്റഡ് വേർഷൻസ് ആർക്കും കൊടുക്കുന്നതല്ല. അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി മെറ്റീരിയലും ആയതുകൊണ്ടാണ് അൺഎഡിറ്റഡ് വേർഷൻ ആർക്കും കൊടുക്കാത്തത്. നിങ്ങൾക്കുള്ള സംശയങ്ങൾ ഓൾറെഡി പല സംശയങ്ങൾ ഹല്ലേലൂയയിൽ വന്നു, ഞാനത് കേൾക്കാനിടയായി. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിന് ശേഷം നമുക്ക് ആ സംശയങ്ങളിലേക്ക് പോകാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇത് ചോദിക്കാനുള്ള അവസരമുണ്ട്. അതിൽ നിങ്ങൾ ഒഴിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. മറ്റെന്തെങ്കിലും ജനറൽ എൻക്വയറി ഉണ്ടെങ്കിൽ അത് തോമസിനോട് ചോദിച്ചാൽ മതി. അദ്ദേഹം അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരും. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കാവുന്ന പോലെ നെക്സ്റ്റ് ട്യൂസ്ഡേയിൽ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷനാണ്. ഗോഡ് ഓർ സയൻസ്. ആധുനിക ലോകത്തിൽ ഉയർന്നു വരുന്ന ഏറ്റവും വൈഡ് സ്പ്രെഡായ ചോദ്യമാണ്, ദൈവം വേണോ ശാസ്ത്രം വേണോ? നമുക്കെല്ലാ കാര്യങ്ങൾക്കും ശാസ്ത്രം മതിയില്ല. ദൈവത്തിന്റെ ആവശ്യം എന്താണ്? അത് വലിയ ചോദ്യം, വ്യാപകമാണ്. അപ്പോൾ ദൈവമക്കളായ നമ്മൾ, പ്രത്യേകിച്ച് നമ്മൾ കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷ ചെയ്യുമ്പോൾ ഈ ചോദ്യത്തിൽ നമ്മൾ ഒഴിവുള്ളവരല്ല. നമ്മൾക്ക് ഈ ചോദ്യം കൂടെ കൂടെ കേൾക്കുകയും അതിന് മറുപടി കൊടുക്കാനുള്ള ബാധ്യത ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ആണ് ഗോഡ് ഓർ സയൻസ് എന്ന ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷൻ. ടോക്ക് ഷോ അല്ല, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷൻ. അത് കഴിയുന്നിടത്തോളം ആളുകൾ, ഫ്രീ ആണ്, ഓപ്പൺ ആണ്, കഴിയുന്നിടത്തോളം ആളുകളുടെ അത് ഇൻഫർമേഷൻ നിങ്ങൾ ഡെസിമിനേറ്റ് ചെയ്തിട്ട് ആളുകൾ അതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം. ഇന്ന് ഞാൻ മിലിയ ഓഫ് ദി ന്യൂ ടെസ്റ്റ്മെന്റ് എന്ന വിഷയത്തിലേക്ക് വരികയാണ്. കഴിഞ്ഞ ആഴ്ച തീർക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ ആഴ്ച എനിക്ക് ഇച്ചിരി ഫാസ്റ്റായിട്ട് പോകേണ്ടി വന്നു. അതൊരു കാര്യം. കഴിഞ്ഞ ആഴ്ച തീർക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ പോലും തീരത്തില്ലായിരുന്നു. മിലിയ ഓഫ് ദി ന്യൂ ടെസ്റ്റ്മെന്റും മിലിയ ഓഫ് ദി ഗോസ്പെലും ഈ 2 ടെർമിനോളജീസ് ഉണ്ട്. ഞാൻ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് മിലിയ ഓഫ് ദി ഗോസ്പെലിൽ മാത്രമാണ്, മിലിയ ഓഫ് ദി ന്യൂ ടെസ്റ്റ്മെന്റ് അല്ല. ന്യൂ ടെസ്റ്റ്മെന്റിന്റെ പാർട്ടാണ് ഗോസ്പെൽ എന്നുള്ളതുകൊണ്ട് മിലിയ ഓഫ് ദി ന്യൂ ടെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഗോസ്പെൽ മിലിയ അതിനകത്ത് വരും. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ 2 ലോകങ്ങളും തമ്മിൽ ധാരാളം വ്യത്യാസമുണ്ട്. ന്യൂ ടെസ്റ്റ്മെന്റിന്റെ ലോകത്തെക്കാട്ടിൽ കുറെ കൂടെ ഫോക്കസ്ഡ് ആയ ഒരു ലോകമാണ് ഈ ഗോസ്പെൽസിന്റെ ലോകം. നമ്മൾ ഇന്നിപ്പം ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഗോസ്പെൽസിന്റെ ലോകമാണ്. അവിടുത്തെ ആളുകൾ
അവിടുത്തെ അപ്ഹീവൽസും അവിടുത്തെ ടോപ്പോഗ്രഫിയും. ഈ 3 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഒന്ന് ദ പീപ്പിൾ, രണ്ട് ദ മേജർ അപ്ഹീവൽസ് in the New Testament, in the Gospels, and third, the topography of the Gospel world. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞതുപോലെ യഹൂദന്മാര് യെരുശലേമിൽ നിന്ന്, ഇസ്രായേൽ ദേശത്തു നിന്ന് നിഷ്കാസനം ചെയ്യപ്പെട്ടിട്ട് പിന്നെ അവർ തിരികെ വരും. പിന്നെ അവർ തിരികെ വന്നാണ് മുഴുവനായും തകർന്നു പോയ ഇസ്രായേൽ ദേശവും പിന്നെ യെരുശലേം നഗരവും യെരുശലേം ദേവാലയം എല്ലാം റീബിൽഡ് ചെയ്തു. ഒരു 400 വർഷങ്ങൾ അതിനു മുമ്പ് സൈലന്റ് ഇയേഴ്സ്, ഡാർക്ക് ഏജസ് എന്ന് പറയുന്നത്. ഈ ഡാർക്ക് ഏജസിനെ പറ്റി ഈ ജൂവിഷ് പെർസ്പെക്റ്റീവും ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവും രണ്ടാണ്. നിങ്ങൾ പെട്ടെന്ന് ചോദിച്ചേക്കാം, എന്താ 2 പെർസ്പെക്റ്റീവിലെ വ്യത്യാസം? അതിലെ ജൂവിഷ് പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ യഹൂദന്മാര് വിചാരിച്ചിരുന്നത് ഈ 400 വർഷം ദൈവം ഈ പ്ലാനറ്റ് എർത്തിലില്ലായിരുന്നത്. ഈ ഭൂമി എന്ന ഈ പ്ലാനറ്റിൽ ദൈവം ഇല്ല. ദൈവം ഇവിടുന്ന് പോയി. ഹോളിഡേയ്സ് പോകുന്നൊക്കെ പറഞ്ഞാൽ ദൈവം ഇവിടുന്ന് പോയി. ദൈവം ഇവിടെ വർക്ക് ചെയ്തിട്ടേ ഇല്ല. ഗോഡ് വാസ് സൈലന്റ്, ആബ്സെന്റ് ഹിയർ എന്ന യഹൂദന്മാരുടെ പരക്കെയുള്ള വിശ്വാസം. ദൈവം ഇവിടെ ഇല്ലായിരുന്നു, ആബ്സെന്റ് ആയിരുന്നാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതൊരു ജൂവിഷ് പെർസ്പെക്റ്റീവാണ്, അതല്ല ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവ്. ഈ ജൂസ് അങ്ങനെ പറയാനുള്ള കാരണം 2 കാരണമാണ്. ഒന്ന്, പ്രവാചകന്മാരാരുമില്ല കാലഘട്ടങ്ങളിൽ. 2, ദൈവശബ്ദം ആരും കേട്ടിട്ടില്ല. 87-ാം സങ്കീർത്തനം അതാ പറയുന്നത്. ഇതെന്തെന്ന് അറിയാവുന്ന ആരും നമ്മുടെ ഇടയില്ലയോ? ഒരു പ്രവാചകനെയും കാണുന്നില്ലല്ലോ. വാട്ട് എ ട്രാജഡി ഇറ്റ് ഈസ് എന്ന് അവർ പറയുക. അതായിരുന്നു ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് ദൈവം ഈ പ്ലാനറ്റ് ഏർത്തിൽ ഓപ്പറേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ദൈവം ഓപ്പറേറ്റ് ചെയ്യാതിരുന്ന സമയത്ത് ഡെവിൾ വാസ് ഓപ്പറേറ്റിംഗ്. ഡെവിൾ വാസ് വെരി ആക്റ്റീവ് ഇൻ ഓപ്പറേറ്റിംഗ് ഓൺ ദ പ്ലാനറ്റ് എർത്ത് എന്നാ യഹൂദന്മാർ വിശ്വസിച്ചിരുന്നത്. അങ്ങനെ വിശ്വസിക്കുന്നതിന് അവർക്ക് ധാരാളം കാരണങ്ങൾ ഉണ്ടായിരുന്നു. അത് യഹൂദന്മാരുടെ വിശ്വാസമാണ് കേട്ടോ. ഞാൻ എന്തിനാ അത് പറഞ്ഞെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ഗോസ്പൽ പഠിച്ചു വരുമ്പോഴൊക്കെ യഹൂദന്മാരുടെ അന്ധവിശ്വാസങ്ങളുടെ റിഫ്ലക്ഷൻസ് ഒരുപാടെടുത്ത് കാണാൻ കഴിയും. ചില കാര്യങ്ങളോട് ദൈവം തന്നെയും ഇനി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവും ഇനി അപ്പോസ്തലന്മാരും റെസ്പോണ്ട് ചെയ്യുന്നത് യഹൂദന്മാരുടെ അന്ധവിശ്വാസങ്ങളോടാണ്. യഹൂദന്മാരുടെ ചില അന്ധവിശ്വാസങ്ങളോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഭാഗം നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ യഹൂദന്മാരുടെ അന്ധവിശ്വാസങ്ങൾ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പം അവർക്ക് ഒത്തിരി അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. ദൈവം പ്ലാനറ്റ് എർത്തിൽ ഇല്ലായിരുന്നു അവരുടെ ഒരു അന്ധവിശ്വാസം. ഇനി രണ്ടാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതുകൊണ്ട് ഡെവിൾ ഹാഡ് ദ ഫുൾ ഫ്രീഡം ടു ഓപ്പറേറ്റ് ഓൺ ദ പ്ലാനറ്റ് എർത്ത്. ഭൂമിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് ഡെവിളിന് ഫുൾ ഫ്രീഡം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതാണ്. ഞാൻ മുമ്പേ പറഞ്ഞവർ വീണ്ടും പറയാണ്, അത് ഒരു ജൂവിഷ് പെർസ്പെക്റ്റീവാണ്. ഞാൻ ആ ജൂവിഷ് പെർസ്പെക്റ്റീവ് നേരത്തെ പറയാൻ കാരണം ബൈബിൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ആ ജൂവിഷ് പെർസ്പെക്റ്റീവ് നിങ്ങളോട് പറയേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഇനിയും ആ ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ല. ദൈവം തൻ്റെ പ്ലാനറ്റ് എർത്തിനെ, താൻ സൃഷ്ടിച്ച മനുഷ്യരാശിയെ അങ്ങനെ 400 വർഷമൊക്കെ കൈവിടുക എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് അൺതിങ്കബിൾ. അത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇനി ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ദൈവ ശബ്ദം കേൾക്കാത്തത് എപ്പോഴാണ്? അത് ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവ് ആണ് ഞാൻ പറയുന്നത്. നമ്മൾ ദൈവ ശബ്ദം കേൾക്കാത്തത് എപ്പോഴാണ്? പലപ്പോഴും നമ്മൾ ദൈവശബ്ദം കേൾക്കാത്തത്
That means God is very active working. When God works very actively, he doesn't speak. ദൈവം വളരെ ഗൗരവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം സംസാരിക്കാറില്ല. ഏറ്റവും ആക്റ്റീവായി ദൈവം പ്രവർത്തിക്കുന്ന ചില മൊമെന്റ്സ് ഉണ്ട്. അത്തരം മൊമെന്റ്സിൽ ഒരു ദൈവ ശബ്ദവും ഉണ്ടാകാറില്ല. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ക്രൂശിൽ കിടന്നപ്പോൾ ഇരുളുണ്ടായി. ആ ഇരുട്ടത്ത് കർത്താവ് 6 കാര്യങ്ങൾ ചെയ്തു. ക്രൂശിൽ കിടന്ന് 6 കാര്യങ്ങൾ നിർവഹിക്കുക. സോ മാസീവായ, absolutely unthinkable to anybody else. മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത 6 കാര്യങ്ങൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ക്രൂശിൽ കിടന്ന് ചെയ്യുക. പക്ഷെ ഈ 6 കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരൊറ്റ അക്ഷരം ക്രൂശിൽ നിന്ന് കേട്ടിട്ടില്ല. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സംസാരിക്കുന്ന ഒരൊറ്റ വാക്കുപോലും പുറത്തു വന്നിട്ടില്ല. അത് കഴിഞ്ഞപ്പോൾ when all these 6 things were completed, ക്രൂശിൽ കർത്താവിന് 6 കാര്യങ്ങളാണ് ചെയ്യാൻ. 6 കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പിതാവിനോട് പറഞ്ഞു, നിവൃത്തിയായി, നിവൃത്തിയായി. Now I give my soul unto your hand. ഞാൻ എൻ്റെ പ്രാണനെ തൃക്കരങ്ങളിലേക്ക് തരും. സ്വന്തം തോളിൽ തല ചായ്ച്ച് ചെയ്തതിനെ പറ്റും. അപ്പൊ അതിനു മുമ്പ് കർത്താവ് ദീർഘസമയം സംസാരിക്കുന്നില്ല. അപ്പൊ ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്, when God does not speak, that does not mean God has abandoned you, or God has left you, or God lost his interest in you. But on the other hand, he is busy working and therefore he does not speak. ദൈവശബ്ദം കേൾക്കുന്നില്ല, ദൈവം സംസാരിക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ ദൈവമക്കൾ മനസ്സിലാക്കുന്നത് ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവിൽ ദൈവം വളരെ ആക്റ്റീവായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. ഓക്കെ, ഈ 2 പെർസ്പെക്റ്റീവിൽ ഏത് പെർസ്പെക്റ്റീവ് ആണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ദാറ്റ്സ് അപ് ടു യു. കാരണം ഞാൻ അതിനകത്ത് ഒരു ചോയ്സും വെക്കുന്നില്ല. ഒന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം, ദൈവം 400 വർഷം പ്ലാനറ്റ് എർത്തിൽ ഇല്ലായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് വിചാരിക്കാം ദൈവം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക, അതുകൊണ്ട് ദൈവം മിണ്ടിയില്ല. മിണ്ടാതിരിക്കാൻ ദൈവം എന്ന് അറിഞ്ഞുകൂടി എന്ന് സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ, കീപ് ക്വയറ്റ് ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ്. അപ്പം യഹൂദന്മാർ അവിടെ ഇല്ലായിരുന്നു, ഇസ്രായേൽ ദേശത്ത്. അത് കഴിഞ്ഞ് ബാബിലോണിൽ നിന്ന് അവർക്ക് ഫ്രീഡം കിട്ടി. 534 BC അവർ തിരിച്ചു വരുമ്പോൾ 50,000 യഹൂദന്മാരുടെ ഒരു കണക്കുണ്ടാക്കി. 50,000. ആ 50,000 യഹൂദന്മാര് അവരിങ്ങോട്ട് വരാനുള്ള യോഗ്യത നേടിയവരാണ്. അവര് ഇസ്രായേൽ ദേശത്ത് വന്ന് താമസിച്ചു. ഇനി കേട്ടോണേ, ബാബിലോണിൽ താമസിച്ച യഹൂദന്മാർ, അവർ ബാബിലോണിൽ താമസിക്കാനുള്ള കാരണം അവരിങ്ങോട്ട് വരാനുള്ള യോഗ്യത അവർക്കില്ലായിരുന്നു എന്നുള്ളത് മാത്രമല്ല, യോഗ്യതയിൽ ഒത്തിരി പേരുണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് പേരും തിരികെ വന്നില്ല. തിരികെ വരാഞ്ഞതിന്റെ കാരണം, ഇപ്പൊ നമ്മുടെ മലയാളികളൊക്കെ അമേരിക്കയിൽ പോകുമ്പോൾ എങ്ങനെങ്കിലും അവിടെ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ അവിടുത്തെ വലിയ വീടും, കൊട്ടാര സദൃശമായ വീടും, വലിയ മുട്ടം കാറും, അവിടുത്തെ സംഗതികളൊക്കെ വലിയ ഹൈഫൈ ആണ്. പിന്നെ ഇവര് നാട്ടിൽ പോകത്തില്ല താമസിക്കാനായിട്ട്. പോയാൽ തന്നെ അവർക്ക് കൊതുക് കടിക്കും, അവർക്ക് അവിടെ പൊടിയാണ്, ഈച്ചയുണ്ട്, കൊക്രോച്ച, വീട്ടിലെ കൊക്രോച്ച, പാറ്റയാണ്. ഈ നാട്ടിൽ അവിടുത്തെ പോയിട്ട് വരുന്നവർ പറയുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടു. അതുകൊണ്ട് ആരും കേരളത്തിൽ ഇന്ത്യയിലൊന്നും പോകത്തില്ല, അവർക്കത് ഇച്ഛിച്ച മോശമാണ്. അപ്പൊ തന്നെ ഇവർ വലിയ പുള്ളിക്കാരന്മാർ, അമേരിക്കയിലൊക്കെ വലിയ പുള്ളിക്കാരന്മാർ. കുമ്പനാട് എന്ന് പറയുന്ന IPC ഹെഡ് ക്വാർട്ടേഴ്സ് ഒക്കെ അവരാണ് നിയന്ത്രിക്കുന്നത്. കുമ്പനാടിന്റെ പൈസയൊക്കെ അവരാ കൊടുക്കുന്നത്. മനസ്സിലായി? ഒരു ടൈയൊക്കെ എടുത്ത് കരുത്തെ കെട്ടി കുമ്പനാടിങ്ങനെ ഒന്നുമില്ല ഞെളിഞ്ഞ് കുടവരൊക്കെ വീർപ്പിച്ചിരിക്കുന്ന കണ്ടില്ല.
ഒരു വലിയ ആൾക്കാരാണ്. അപ്പം അമേരിക്കൻ അനൈക്യ നാടുകളിൽ നിന്ന് വന്നിരിക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ എന്നൊക്കെ കൊണ്ട് പറയുമ്പോൾ ഒരു ഗേമയുണ്ട്. ഇതുപോലെ ബാബിലോണിൽ ഒരു വലിയ കൂട്ട യഹൂദന്മാർ സ്റ്റേ ബാക്ക് ചെയ്തു. ഇവർക്ക് 3 പ്രത്യേകതയുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത, ഇവർ മഹാധനികരായിരുന്നു, ഭയങ്കര ധനികരായിരുന്നു. രണ്ടാമത്തെ പ്രത്യേകത, ഇവരാണ് റൂളിംഗ് ക്ലാസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നവർ, ഭരണവർഗത്തെ സ്വാധീനിക്കുന്നവരവരാണ്. 3, ബാബിലോണിൽ അവർ ഒരു ഇന്റലക്ച്വൽ ഫ്രെയിംവർക്ക് ഡെവലപ്പ് ചെയ്തിട്ട് വേദപുസ്തകം വ്യാഖ്യാനിക്കുന്ന ജോലി, വിശുദ്ധ തിരുവെഴുത്തുകൾ വ്യാഖ്യാനിക്കുന്ന ജോലിക്ക് വേണ്ടി അവരൊരു കൂട്ടം ആളുകളെ തെരഞ്ഞെടുത്തു. അപ്പൊ സംഭവിച്ചത് എന്തുവാ? നിങ്ങൾ ഇതെല്ലാം നമ്മുടെ കേരളത്തിന്റെ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ മനസ്സിലാക്കണേ. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെയാണെങ്കിൽ ഒരു കൺവെൻഷൻ നടത്തുന്ന ആൾക്കാർ അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ആദ്യം കിട്ടാൻ സാധ്യതയുണ്ടോ നമ്മുടെ ഈ വർഷത്തെ കൺവെൻഷൻ? അപ്പൊ അമേരിക്ക ദൂരമാണെങ്കിൽ നമ്മുടെ ഉദ്ദേശം സാധാരണ മുമ്പ് കൊടുക്കും. അല്ല, ഇപ്പോഴാണ് നിന്റെ അച്ഛന്റെ കുപ്പായം പോലും കുപ്പായമുണ്ട്, ഉപദേശി ഏതാ പള്ളിയിൽ അച്ഛനെ തിരിച്ചറിയാൻ ഭയങ്കര പാടാണ്. കഴിഞ്ഞ ദിവസം എനിക്ക് എൻ്റെ സ്നേഹിതന്റെ ഒരു പാസ്റ്ററാണ് പുള്ളിയുടെ ഫോട്ടോ അയച്ചത്. അപ്പൊ ഞാൻ നോക്കിയപ്പോ അച്ഛൻ, ഞാൻ ഫോൺ ചെയ്തിട്ട് അച്ഛൻ ഏത് പള്ളിയിലാ, അച്ഛൻ എവിടെയെങ്കിലും സംസാരിക്കുകയാണ്. അപ്പൊ ഇത് ഏതൊരു പിടിയും കിടക്കുന്ന കാര്യം, അച്ഛന്മാരുടെ കോളറൊക്കെ ഇങ്ങനെ വെച്ച കണ്ടില്ലേ, ഒരു മുട്ടിന് താഴെ വരെയും കിടക്കുന്ന ഒരു കുപ്പായം ഇട്ടിട്ടാണ് ഉപദേശിച്ചവരാണ്. അപ്പൊ അതതിൻ്റെ ഒരു എന്താ പറയുന്നേ, ഒരിത് എന്ന് ചിലപ്പോൾ ആൾക്കാർ പറയുമായിരിക്കും. എനിക്കത് കൂടുതൽ മറ്റേ അറിയത്തില്ല. അപ്പൊ ഈ അമേരിക്കക്കാര് അവരുടെ ആ ഭയങ്കര കപ്പാസിറ്റിയിലൊക്കെ വരുമെന്ന് പറയും. നാട്ടിലെ ദുബായിട്ട് നടക്കുന്നതിന് ഒരു വിലയില്ല. അമേരിക്കക്കാർ വരുന്നു, അവർ സ്റ്റേജിലിരിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. അതിൽ 99% മണ്ടത്തരമായിരിക്കും. എന്നാലും നമ്മുടെ നാട്ടുകാർക്ക് അതൊരു വലിയ കാര്യം വഴി പറയുന്നില്ല. അമേരിക്കയിൽ നിന്നാണല്ലോ. പിന്നെ ഒരുമാതിരി അച്ഛന്മാർക്ക് ഈ ഫുൾ കൺവെൻഷൻ സ്പോൺസർ ചെയ്തത് മനസ്സിലായി. നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ഒരു ഡിസ്ട്രിക്ട് കൺവെൻഷൻ നടത്തുകയാണെങ്കിൽ അവർക്ക് 1.5 ലക്ഷം രൂപ പിരിക്കണം. പിരിച്ചെങ്കിൽ ഈ കൺവെൻഷൻ നടക്കത്തുള്ളൂ. കാര്യം വരുന്നവർക്ക് ഗസ്റ്റിന്റെ പൈസ കൊടുക്കണം, ബൈക്കിന്റെ അതിന്റെ എല്ലാ പൈസ ഈ നാട്ടിൽ കിടന്ന് പിരിച്ച് എത്ര കിട്ടാനാണ്? ആൾക്കാർക്ക് സുവിശേഷ വിലയ്ക്ക് എല്ലാ പൈസ കൊടുക്കായിരിക്കും, ബാക്കിക്ക് എല്ലാത്തിനും നമുക്ക് പൈസ ഉണ്ട്. അതിനൊരു പരാതിയില്ലല്ലോ, അല്ലേ? മീൻകാരോട് നമ്മൾ ബാധിക്കും, 5 രൂപ കുറച്ച് തരുന്നു, നല്ല കാര്യം, അവിടെ വായിലിരിക്കുന്നു കേൾക്കും. അല്ലെങ്കിൽ ബൈബിൾ ക്ലാസ്സിന് അത് 1000 രൂപ വേണമെന്ന് നിങ്ങളല്ല, മറ്റ് കോഴ്സിന് ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ. അപ്പം അമേരിക്കയിൽ നിന്ന് അച്ഛനാണെങ്കിൽ ഈ കൺവെൻഷന്റെ ഫുൾ അങ്ങ് സ്പോൺസർ ചെയ്യും, കോംപ്ലീറ്റ് അങ്ങ് സ്പോൺസർ ചെയ്യും. അപ്പൊ ഒരു പറയും, നമ്മുടെ ഈ കൺവെൻഷന്റെ ചെലവിലേക്ക് ഇത്ര ലക്ഷവും കർത്താവിന്റെ ദാസൻ നൽകിയിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് പാവങ്ങളെല്ലാം കൂടെ കൈയടിക്കും കേട്ടോ, പ്രൈസറോടൊക്കെ പറയാം. അതായത് കഷ്ടം. നമ്മുടെ ആൾക്കാരുടെ നിലവാരം ആലോചിച്ച് പ്രൈസറോടെന്നൊക്കെ പറയാം. അപ്പം ഇദ്ദേഹം വലിയൊരാള്. ഞാൻ എന്തെനിക്ക് നിങ്ങളോട് പറയാൻ ചോദിച്ചാൽ, ഈ സെയിം സിറ്റുവേഷൻ അന്നുണ്ടായിരുന്നു. ഇസ്രയേലിൽ 5 പ്രാവശ്യം ഉത്സവം ഉണ്ട് യെരുശലേമിന്റെ കാര്യത്തിൽ. അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഉത്സവം. മിക്കവാറും ഈ ഉത്സവത്തിനുള്ള പണത്തിന്റെ നല്ല ഭാഗം ഈ ബാബിലോണിൽ നിന്ന് ആളുകൾക്ക് കൊണ്ട് കൊടുക്കുക, അവരിങ്ങോട്ട് കൊടുക്കും. അപ്പൊ അവരുടെ ചെലവിലാണ് ഉത്സവത്തിന്റെ നല്ല ഭാഗം. പിന്നെ അവർക്ക് പ്രത്യേക അപ്പാർട്ട്മെന്റ് ഒക്കെ പണിത് ഈ ചുടുന്ന ഇറച്ചിയുടെ നല്ലൊരു ഭാഗം അവർക്ക് കിട്ടണം തിന്നാനായിട്ട്. അതൊക്കെ റെഡിയായി കൊടുക്കും. കുമ്പനാട്ട് പ്രത്യേകിച്ച് അപ്പാർട്ട്മെന്റ് ഒക്കെ ഇല്ല, അമേരിക്കക്കാർക്ക് വേണ്ടി പണിക്കുന്നത് പോലെ പണിത് കൊടുക്കും. പിന്നെ ഇപ്പം ഇവര് പറയുന്നതാണ് അവിടെ ആൾക്കാർ കേൾക്കുന്നത്. ഇവർ ഉത്സവം കഴിഞ്ഞ് തിരിച്ചു പോയി. വലിയ ബിഗ് ഷോട്ട്സ് ആണ്. വേൾഡ് ഓവറുള്ള യഹൂദന്മാരിൽ ഏറ്റവും ബിഗ് ഷോട്ട്സ് ആയിട്ട് ഇവരെയാണ് കരുതിയിരുന്നത്. ആശ സ്ക്രീൻ എന്ന് കാണിച്ചേ. അപ്പോ
നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ കാലത്ത് ഏറ്റവും പ്രൊമിനന്റായ യഹൂദന്മാരായിരുന്നു ഞാൻ ഈ പറഞ്ഞ ഒന്നാമത്തെ കൂട്ട യഹൂദന്മാര്. ഇവരെ ട്രാൻസ് യൂഫ്രട്ടീസ് ജ്യൂസ് എന്ന് പറയുന്നത്. ട്രാൻസ് യൂഫ്രട്ടീസ് ജ്യൂസ് കണ്ടോ നിങ്ങൾ സ്ക്രീനല്ലേ? ട്രാൻസ് യൂഫ്രട്ടീസ് ജ്യൂസ് എന്ന് പറഞ്ഞാൽ യൂഫ്രട്ടീസ് നദിയുടെ അങ്ങേക്കരയ്ക്ക് താമസിക്കുന്ന, ബാബിലോണിൽ താമസിക്കുന്ന വലിയ ബിസിനസ്സുകാരായ, വലിയ പണക്കാരായ, വളരെ ഇൻഫ്ലുവൻഷ്യലായ, പ്രത്യേകിച്ച് വിശുദ്ധ തിരുവെഴുത്തുകളൊക്കെ അവർക്കറിയാവുന്ന പോലെ ആർക്കറിയാം? ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, അമേരിക്കകൾ വരുന്നവരും വേദപുസ്തകം മുഴുവൻ ഓറൽ റോബർട്ട് യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക്, റോക്ക് ഓൺ ദ ഹിൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പാവം നമ്മുടെ ആൾക്കാർ വരണ്ടിരിക്കുക. എന്തോന്ന് റോക്ക് ഓൺ ദ ഹില്ലാണ്. അതുകൊണ്ട് പറഞ്ഞിറക്കുന്ന മണ്ടത്തരത്തിനൊരു അതിരിവില്ല. അൺഎൻഡിങ് മണ്ടത്തരങ്ങളാണ്. റോക്ക് ഓൺ ദ ഹിൽ, ചർച്ച് ഓൺ ദ റോക്ക്, ടെന്നസി, പിന്നെ വേറെ എന്തുവാണ്, പിന്നെ ഡാലസ് തിയോളജിക്കൽ സെമിനാരി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കുന്നത് ഭയങ്കര കാര്യമാണ്. ഇതുപോലെ ബാബിലോണിൽ നിന്ന് ഇസ്രയേലിൽ വല്ലപ്പോഴും വരുന്ന, ഇവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന, പണം കൊണ്ട് ഇതിനെ മുഴുവൻ സ്വാധീനിച്ച് വഷളാക്കി കളഞ്ഞ ഒരു വലിയ കൂട്ട യഹൂദന്മാരുണ്ടായിരുന്നു. ഇവരുടെ പേരാണ് ട്രാൻസ് യൂഫ്രട്ടീസ് ജ്യൂസ് എന്ന്. ഇവരെ എപ്പോഴൊക്കെയാണ് ഇവരും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവും തമ്മിൽ എൻകൗണ്ടർ ഉണ്ടായെന്നുള്ളത് എന്നോട് പറയാം. ഇവരെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ചാട്ടായെടുക്കും. മര്യാദയ്ക്കൊന്നും സംസാരിക്കുന്നില്ല, ചാട്ടായെടുക്കും. അടിയെന്ന് പറഞ്ഞാൽ താലങ്ങും വിലങ്ങും വെച്ച് കീറിക്കണം. അപ്പൊ കർത്താവ് സമാധാനത്തിന്റെ അപ്പോസ്തലനല്ലയോ? സൗമ്യതയും താഴ്മയുള്ളവനെ അതിൽ എന്നോട് ചേർന്ന് എന്റെ മുഖമെടുത്ത് പഠിപ്പീൻ, ഞാൻ താഴ്മയുള്ളവനെന്നല്ലേ പറഞ്ഞത്? എടാ, ഇവന്മാരുടെ ചെവിക്കുറ്റിക്ക് അടി കൊടുക്കുന്നതെന്നോ താഴ്മ? ആലോചിച്ച് നോക്കി. ഇതേ പരാതി ആളുകൾ എന്നോട് പറയാറുണ്ട്. സാറ് വളരെ നിശിതമായിട്ട് ഒരു മര്യാദയില്ലാത്ത കാച്ചാണ് ഈ ബൈബിൾ കോളുകാരെയൊക്കെ പറയുമ്പോൾ കാച്ചുന്നത്. ആൾക്കാർ എന്നെ പറ്റി പറയാറുണ്ട്. അങ്ങനെ പറയുന്നതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. അങ്ങനെ നിങ്ങൾ പറയാൻ ഇടയായില്ലായിരുന്നുണ്ടെങ്കിൽ അതെന്റെ ഒരു കുറവായിട്ട് ഞാൻ കാണുമായിരുന്നു. ഓക്കെ, അപ്പം ഇവര് കർത്താവിനെ ഏറ്റവും ഇറിറ്റേറ്റ് ചെയ്യുന്നവരായിരുന്നു. ആര്? ട്രാൻസ് യൂഫ്രട്ടീസ് ജ്യൂസ്. ഇനിയും ഇസ്രായേൽ ദേശത്ത് വന്ന ശേഷം ഇസ്രായേൽ ദേശം വിട്ടുപോകാതെ അവിടെ തന്നെ താമസിക്കുന്ന യഹൂദന്മാരുണ്ടായിരുന്നു. ഇസ്രായേൽ ദേശത്ത് തന്നെ താമസിക്കുന്ന യഹൂദന്മാരുണ്ടായിരുന്നു. അവരെന്തെല്ലാം ടെംപ്റ്റേഷൻ ഉണ്ടായാലും, എന്തെല്ലാം റീസൺസ് ഉണ്ടായാലും വിശുദ്ധ നാടുകൾ വിട്ട് എങ്ങും പോകത്തില്ല. ആ വിശുദ്ധ നാടുകൾ താമസിക്കുന്നതിനുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ തങ്ങൾ മറ്റുള്ളവരെക്കാട്ടിൽ വിശുദ്ധരാണ് എന്ന് അവർ ചിന്തിച്ചിരുന്നു. ഇന്നും കേട്ടോ, അന്ന് മാത്രമല്ല, ഇന്നും ഇസ്രായേൽ ദേശത്ത് താമസിക്കുന്ന യഹൂദന്മാര് ഞങ്ങൾ മറ്റുള്ളവരെക്കാട്ടിൽ മാറ്റർ ഓഫ് ഹോളിനെസ്സിൽ ഞങ്ങൾ വലിയവരാണെന്ന് അവർ ചിന്തിക്കുന്നത്. ഇവരെ ഹീബ്രു ഓഫ് ദ ഹീബ്രൂസ് എന്ന് ഇംഗ്ലീഷിലും മലയാളത്തിൽ എബ്രായനിൽ നിന്ന് ജനിച്ച എബ്രായൻ എന്ന് പറയും. പൗലോസ് തന്നെ തന്നെ പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ എബ്രായനിൽ നിന്ന് ജനിച്ച എബ്രായൻ എന്ന് പറയുന്നു. അങ്ങനെ പറയാൻ കാരണം അവർക്ക് വിശുദ്ധ നാടുകൾ വിട്ടുപോകാനുള്ള ടെംപ്റ്റേഷൻ ധാരാളം ഉണ്ടായിട്ടും വിശുദ്ധ നാടുകൾ വിട്ടുപോകാതെ അവിടെ തന്നെ പിടിച്ചത്. അപ്പോ അവര് ചിന്തിച്ചിരുന്നത് they were holier than other Jews in the world എന്നാണ്. ലോകത്തിലുള്ള ബാക്കി എല്ലാ യഹൂദന്മാരെക്കാളും തങ്ങളാണ് ഏറെ വിശുദ്ധന്മാർ എന്നവർ ചിന്തിച്ചത്. വെൽ, നമ്മള് സ്ട്രിക്റ്റായിട്ട് അനലൈസ് ചെയ്താൽ അതല്ല എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. ഇന്നും അങ്ങനെ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതാണ് രണ്ടാമത്തെ യഹൂദന്മാർ, ഹീബ്രു ഓഫ് ദ ഹീബ്രൂസ്. അപ്പൊ ഞാൻ ട്രാൻസ് യൂഫ്രട്ടീസ് ജ്യൂസ് ആരാണെന്ന് പറഞ്ഞു, രണ്ടാമത് ഹീബ്രു ഓഫ് ദ ഹീബ്രൂസ് ആരാണെന്ന് പറഞ്ഞു, മൂന്നാമത്തത് ഡയസ്പെര ജ്യൂസ് എന്ന് പറയും. ഡയസ്പെര ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഇവർ ബാബിലോണിലോട്ട് പോയി കഴിഞ്ഞപ്പോ ബാബിലോൺ അന്ന് പെട്ടെന്ന് അന്താരാഷ്ട്ര
സാമ്രാജ്യമായി മാറുക. ലോകത്തിന്റെ മിക്കവാറും സിവിലൈസ്ഡ് വേൾഡ് നല്ല ഭാഗം വ്യാപിച്ചു കിടക്കുക. അവിടെ എല്ലാം യഹൂദന്മാരും കച്ചവടത്തിന് വേണ്ടി പോയതാണ്. അവർ കച്ചവടത്തിന് വേണ്ടി പോയപ്പോൾ അതാത് രാജ്യങ്ങളിൽ താമസിക്കുകയും അവിടെ വലിയ ബിസിനസ് എംപയറൊക്കെ ബിൽഡപ്പ് ചെയ്യുകയും അവർ വലിയ മഹാന്മാരായി തീർന്നു. പക്ഷെങ്കിൽ അറ്റ് ദ സെയിം ടൈം അവരുടെ ജൂവിഷ് നാഷണാലിറ്റി അല്ലെങ്കിൽ ജൂവിഷ് സിറ്റിസൺഷിപ്പ് അവർ മെയിൻറ്റെയിൻ ചെയ്തു. ഈ ജൂവിഷ് സിറ്റിസൺഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ആണ്ടിൽ കുറഞ്ഞത് ഒരു പ്രാവശ്യമെങ്കിലും അവര് യെരുശലേമിൽ വരണം. അത് പെസഹ പെരുന്നാളിനാണ്. 5 പ്രാവശ്യം വരണമെന്ന അല്ലെ 4 പ്രാവശ്യങ്ങളിൽ വരണം. ഒരു പ്രാവശ്യം നിർബന്ധമായിട്ട് വരണം പെസഹ പെരുന്നാൾ. വന്ന് ദേവാലയത്തിലെ തൂക്കപ്രകാരമുള്ള അരശേക്കൽ വെള്ളി അവിടെ തൂക്കി കൊടുത്തിട്ട് അവരുടെ സിറ്റിസൺഷിപ്പ് 1 വർഷത്തേക്ക് റിന്യൂ ചെയ്യണം. പക്ഷെ ഇവർ താമസിക്കുന്ന ലോകം മുഴുവനുമാണ്. ബാബിലോണിൽ മാത്രമല്ല, സിവിലൈസ്ഡ് വേൾഡ് മുഴുവൻ. ഒരു നല്ല ഭാഗം ആളുകൾ താമസിച്ച് എത്യോപ്യയില്ല. എത്യോപ്യൻ ജ്യൂസ് എന്നൊരു വർഗം തന്നെയുണ്ട്. എത്യോപ്യൻ ഹീബ്രു എന്ന് പറയുന്ന ഹീബ്രു ഭാഷയ്ക്ക് തന്നെ ഒരു എത്യോപ്യൻ ഭാഗമുണ്ട്. അത് സ്ലൈറ്റ്ലി ഡിഫറെന്റ് ആയതിന്റെ പ്രൊനൗൺസിയേഷനിലും ഗ്രാമാറ്റിക്കാലിറ്റിയിലും ഒക്കെ. അങ്ങനെ ഭാഷയ്ക്ക് തന്നെ ഒരു പ്രത്യേക ഭാഗമുണ്ട്. എത്യോപ്യ ഒരുപാട് യഹൂദന്മാർ എത്യോപ്യയിലായിരുന്നു. അതിന് ധാരാളം ചരിത്രപരമായ കാരണങ്ങളുണ്ട്. പോട്ടെ, അപ്പൊ ഇവരെയാണ് നമ്മൾ ഡയസ്പെര ജ്യൂസ് എന്ന് പറയുന്നത്. ഈ ഡയസ്പെര ജ്യൂസ് അവർ ഒരുപാട് കൾച്ചറലായ ഇഷ്യൂസ് ഉള്ളവരായിരുന്നു. പീപ്പിൾ വിത്ത് ലോട്ട് ഓഫ് കൾച്ചറൽ ഇഷ്യൂസ്. നമ്മള് സുവിശേഷങ്ങൾ നമ്മൾ അങ്ങോട്ട് കയറാൻ പോവാണ്. അപ്പം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്, അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ കൂട്ടുണ്ടല്ലോ ട്രാൻസ് യൂഫ്രട്ടീസ്, ഇവന്മാരെ കണ്ട കർത്താവ് ചാട്ടമാർഗം അത്ര ഹരിച്ചോ കർത്താവിനവന്മാരെ. രണ്ടാമത്തെ കൂട്ടർ പറഞ്ഞ ഹീബ്രു ഓഫ് ദ ഹീബ്രൂസ്. ഈ ഹീബ്രു ഓഫ് ദ ഹീബ്രൂസിൽ 2 കൂട്ടുണ്ട് അതിനകത്ത് തന്നെ. ഒന്ന് അപ്പ് ഇൻ ദ നോർത്ത്, ഗാലലിയിൽ താമസിക്കുന്ന യഹൂദന്മാർ. 2 ഡൗൺ ഇൻ ദ സൗത്ത്, ജുഡിയായിൽ യഹൂദിയിൽ താമസിക്കുന്ന യഹൂദന്മാർ. ഇവർ തമ്മിൽ ഭയങ്കര വ്യത്യാസം എന്ന് പറഞ്ഞാൽ 2 രാജ്യങ്ങൾ, 2 വ്യത്യസ്തമായ രാജ്യങ്ങളിൽ താമസിക്കുന്ന ആളുകളെ പോലെ വ്യത്യാസമുണ്ട് ഇവർ തമ്മിൽ. എന്തോ വ്യത്യാസം ഞാൻ ഓടിച്ചെന്ന് പറയാൻ പോവാ. ഗലീല കടലിന് ചുറ്റും ഭയങ്കര സമൃദ്ധം. ഒന്നാമത്തെ അവിടുത്തെ ഫലഭൂഷ്ടി റിച്ച് സോയിലാണ്. ഞാൻ പറഞ്ഞല്ലോ ഗനസരത്തിലെ പ്രോഡക്റ്റ് ഒന്ന് യെരുശലേമിൽ കൊണ്ടുവരുന്ന കാര്യം ഞാൻ പറഞ്ഞു കൊടുത്തില്ല. അപ്പൊ പിള്ളേരെ എല്ലാം കൃഷിക്ക് വിടുക, പണി ചെയ്യാൻ വിടുക. എല്ലാവർക്കും പണിയുണ്ട്. പള്ളിക്കൂടങ്ങളേ ഇല്ല. അപ്പൊ ഗലീലിൽ ആർക്കും എഴുതാനും വായിക്കാനും അറിയത്തില്ല. മാത്രമല്ല, ഇവരുടെ മാതൃഭാഷയായ എബ്രായ ഭാഷ തെറ്റുകൂടാതെ പറയാൻ ഇവർക്ക് അറിയത്തില്ല. ഇപ്പൊ നമ്മുടെ മാതൃഭാഷയായ മലയാള ഭാഷ തെറ്റുകൂടാതെ പറയാൻ തിരുവനന്തപുരം ജില്ലയിലെ ഒരുപാട് ആളുകൾക്ക് പറ്റത്തില്ല. എല്ലാവർക്കും നല്ല ഒരുപാട് ആൾക്ക് പറ്റത്തില്ല. കാരണം അവരൊരു ഡയലക്റ്റാ സംസാരിക്കുന്നത്. അവർക്ക് തെറ്റുകൂടാതെ സ്റ്റാൻഡേർഡ് മലയാളം പറയാൻ അറിയത്തില്ല. അവരെവിടെയും ചെന്ന് വാ തുറന്ന ആൾക്കാർ ഒരു തിരുവനന്തപുരംകാരൻ വന്നേ വാ തുറന്നാൽ മതി. ആൾക്കാർ ഒരു തിരുവനന്തപുരംകാരെ വിളിക്കുന്നൊരു പേരുണ്ട്. ആ പേര് വിളിച്ചിട്ട് തിരുവനന്തപുരത്താണെന്ന് ചോദിക്കും. ഇതുപോലെ ഗലീലക്കാരുടെ അവർക്ക് എബ്രായ ഭാഷയെ സംസാരിക്കാൻ കഴിയത്തില്ല. മാതൃഭാഷയാണ് കണ്ടത്. അവർ സംസാരിക്കും, പക്ഷെ അവരുടെ ഡയലക്റ്റാണ് പ്യുവർ ഹീബ്രു പറയാൻ അവർക്ക് അറിയില്ല. അവർക്ക് വിദ്യാഭ്യാസമില്ല. അപ്പം നമ്മുടെ പത്രോച്ചന് കർത്താവിനെ വിസ്തരിക്കുന്ന സമയത്ത് കോട്ടയ്ക്കകത്ത് കയറിയപ്പോൾ ഈ പത്രോസ് വാ തുറന്നൊരു പെണ്ണ് പറഞ്ഞു, കണ്ട് ഇവൻ ഗലീലക്കാരനാ. അവന്റെ വർത്താനം കേട്ടപ്പോൾ മനസ്സിലായിരുന്നു. കണ്ട് ഇവനും ഗലീലക്കാരനാ. അവന്റെ വർത്താനം കേട്ടപ്പോൾ മനസ്സിലായിരുന്നു. അതാ ഗലീലക്കാരൻ. പാവങ്ങളാ, വിദ്യാഭ്യാസമില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടന്മാർ. അത് ഞാനിപ്പോ പറയാം, ഇച്ചിരി കഴിയും പറയാം. ഇനി താഴെ ജുഡിയയിലേക്ക് വരും. അവിടെ മുഴുവൻ സ്കൂൾസാ. ജുഡിയ മുഴുവൻ സ്കൂൾസാ.
എഡ്യൂക്കേഷൻ 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 ഇതല്ലാതെ വേറെ യാതൊരു ചിന്തയും സ്റ്റുഡൻസിനില്ല. അപ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ കാലത്തെ ഒരു പൊതുവെയുള്ള പറച്ചിലുണ്ട്. ഇഫ് യു വാണ്ട് ടു ബി റിച്ച്, ഗോ ടു ഗാലലി. ഇഫ് യു വാണ്ട് ടു ബി വൈസ്, ഗോ ടു ജുഡിയ. 10 പൈസ ഉണ്ടാക്കണമെങ്കിൽ ഗലീലെ, അല്ല വിവരം ഉണ്ടാക്കണമെങ്കിൽ ജുഡിയയിൽ നിൽക്കണം. അപ്പൊ ഈ ഹീബ്രു ഓഫ് ദി ഹീബ്രൂസിൽ ഈ 2 കാറ്റഗറിയുണ്ട്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ 2 കൂട്ടരോടും 2 രീതിയിലാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. കർത്താവ് പറയുന്ന ഓരോ വാക്കുകളോ പറയുന്നത് വരുന്നുണ്ട്. ഞാൻ എടുത്തിട്ട് നിങ്ങളോട് പറയാം, ഇത് കർത്താവ് ഇന്ന ആളുകളോടാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ സംസാരിക്കാൻ കാരണം. പലപ്പോഴും കർത്താവിന്റെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഈ കർത്താവ് എന്താ ഇങ്ങനെ പറഞ്ഞത്, ഈ കർത്താവ് എന്താ ഇങ്ങനെ പറഞ്ഞത് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. ഇപ്പൊ കർത്താവ് ആരെയും, വേദപുസ്തകം നമ്മളെ ആരെയും പരിഹസിക്കാൻ അനുവദിക്കുന്നില്ല. പക്ഷെ മഹാരാജാവായ ഹെരോദാവ് കർത്താവിനെ പിടിക്കാൻ ആളിനെ വിട്ടിരിക്കുന്നത് പറഞ്ഞപ്പോ കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്ന് ആ കുറുക്കനോട് പറയണം, കുറുക്കനോട് ഞാൻ ഇന്നും നാളെ ഇവിടെ പ്രസംഗിക്കും, 3-ാം നാൾ സമാപിക്കും, അതിനിപ്പുറം നീ എന്നെ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല എന്ന് പറഞ്ഞേക്കാം. ആരോട് പറയാൻ? ആ കുറുക്കനോട് പറയാം. അതൊരു ടെർമിനോളജി ഓഫ് ഡിസ്റെസ്പെക്റ്റ്. ഒരാളിനെ ഏറ്റവും വിവരദോഷ ഇടിച്ചു താഴ്ത്തി സംസാരിക്കുന്ന ടെർമിനോളജിയാണ് ഈ കുറുക്കൻ എന്നുള്ളത്. കർത്താവ് എന്തിനാ കുറുക്കനെ നേരെ വിളിച്ചത്? നമ്മൾ ആ ഭാഗം വരുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എൻ്റെ റീസൺ. അപ്പം കർത്താവ് ഓരോരുത്തരോടും സംസാരിക്കുമ്പോൾ അവരുടെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിന് അഗൻസ്റ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ഈ സ്പീക്സ് അഗൻസ്റ്റ് ദെയർ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്. നമ്മൾക്ക് എങ്ങനെയോ ഒരു ധാരണ കിട്ടി, ഈ തെങ്ങിനും കവുങ്ങിനും ഒരേ തലായി. ഞങ്ങളുടെ നാട്ടിൽ പറച്ചിലുണ്ട്, എല്ലാവരോടും ഒരേ രീതി, ഇങ്ങനെ ചിരിക്കുക എന്നുള്ളത് എല്ലാവരോടും. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കാര്യം ചിന്തിക്കുകയായിരുന്നു. ഈ ഇന്ത്യയിലെ ഗവൺമെന്റ് ഓഫീസേഴ്സിലെ ഹയസ്റ്റ് ഗ്രേഡ് ഗവൺമെന്റ് ഓഫീസേഴ്സ് ആണ് ഈ IAS, IPS, IFS എന്ന് പറയുന്നത്. IAS കഴിഞ്ഞ് രണ്ടാമത്തെയാണ് IPS. അവരാണ് DYSP ആയിട്ടും SP ആയിട്ടും കമ്മീഷണറായിട്ടും ഇങ്ങോട്ട് വരുന്നത്. ഭയങ്കര സ്റ്റാൻഡേർഡാണ് അവരുടെ എഡ്യൂക്കേഷൻ, അവരുടെ IQ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്റ്റാൻഡേർഡാണ്. അവരുടെ കയ്യിൽ ബലാത്സംഗ വീരനെയോ ഒരു 4 പേരെ കുത്തിക്കൊലത്തിനോ കിട്ടിക്കഴിഞ്ഞാൽ അവനവനോട്, സർ ഇരുന്നാട്ട് ആ 4 പേരെ കുത്തിക്കൊലപ്പെടാനിടയായ സംഭവം ഒന്ന് വിവരിക്കാമോ? അങ്ങനെ ഇത്രയും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാൻ എങ്ങനെയാണ് കഴിഞ്ഞത് ഒന്ന് പറഞ്ഞു തരാമോ എന്നൊന്നും ചോദിക്കത്തില്ല. കേറി കുത്തിന് ഒരു പിടി ഇങ്ങോട്ട് പിടിക്കും. എന്നിട്ട് ഒരു പെരുമാറ്റമുണ്ട്. അത് കഴിഞ്ഞ് വായിന്ന് ഒരു 4 വിളി അങ്ങ് വിളിക്കും. ആ പെരുമാറ്റത്തൊക്കെ ഭയങ്കര. അത് കേൾക്കുന്നുണ്ടേ, ഒരു IPSന്റെ ഒരു സ്റ്റാൻഡേർഡ് കാണിച്ചിട്ടല്ലോ ഈ പോലീസുകാർ എന്നാരും പറയത്തില്ല. ആ IPSന്റെ സ്റ്റാൻഡേർഡ് കാണിക്കേണ്ട ആരോടല്ല, ഈ കൈ വൃത്തികെട്ടവനോടല്ല കാണിക്കുന്നത്. അവന്റെ ചെവിക്കുറ്റിക്ക് 4 കീറും, പിന്നെ 4 ചവിട്ടും. ഞാൻ ഈ പറഞ്ഞ പോലെ ഡിക്ഷണറിക്കകത്ത് എഴുതി ചേർക്കാൻ വയ്യാത്ത 4 വാക്കും കയറി വിളിയെന്ന് വിളിക്കുക. കാര്യം അവനകത്തെ അറിയിക്കുന്നു. ഞാൻ പലപ്പോഴും സർപ്രൈസ്ഡ് ആയി പോകാറുള്ള ഒരു കാര്യമുണ്ട്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കർത്താവ് എല്ലാവരോടും സോഫ്റ്റ് ആയിട്ട്, താഴ്മയായിട്ടും വിനയമായിട്ടും സ്നേഹമായിട്ടും സമാധാനമായിട്ടും സംസാരിച്ചിട്ടില്ല. അവർക്ക് എന്ത് ഡിസേർവ് ചെയ്യുന്നു അതേ കൊടുത്തിട്ടുള്ളൂ. കുറുക്കൻ എന്ന് പേര് അർഹിക്കുന്നവനെ കുറുക്കനെന്ന് കേട്ടാലും തിരിച്ചറിയാൻ കഴിയാത്ത പാസ്റ്റർമാരെ ഞാൻ പറഞ്ഞ കർത്താവിന്റെ കൂടെ നടന്ന പാസ്റ്റർമാരായിട്ടാണ്, അല്ല നിങ്ങളെയല്ലേ പറഞ്ഞത്. അവരെ വിളിച്ച മന്ദബുദ്ധികളെന്നാ. കാരണം തിരുവെഴുത്ത് എത്ര കേട്ടാലും അത് തീറുകയില്ല, ഒരു തിരിച്ചറിവ് ഉണ്ടാകത്തില്ല. എന്താ വിളിക്കേണ്ടത്? നമ്മുടെ
ജേക്കബ് ജോൺ പാസ്റ്റർ, ജേക്കബ് ജോൺ ദാനിയൽ ജോൺ പാസ്റ്റർ ആണെങ്കിൽ പറയും ആ പ്രിയപ്പെട്ടവൻ എന്ന് പറയും. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് എന്താ മനസ്സിലാകുന്നത് എന്ന് ദാനിയൽ ജോൺ പാസ്റ്റർ അതിന് ചോദിക്കുമായിരുന്നു. കർത്താവാണ് ചോദിക്കുന്നത് മന്ദബുദ്ധികളെ. കാര്യന്മാർ മന്ദബുദ്ധികളാണ്. അപ്പൊ ഓരോരുത്തരും എന്ത് ഡിസേർവ് ചെയ്യുന്നു അതേ അവർക്ക് ലഭിക്കാവൂ എന്നുള്ളത് കർത്താവിന്റെ ഒരു രീതി. ഞാൻ പറഞ്ഞു വന്ന് നിങ്ങളോട് പറയുകയാണ്. വ്യത്യസ്തമായി ഞാൻ ആണ് പേഴ്സൻറ്റും കർത്താവ് പ്രവർത്തിച്ചത്. അവിടെ ഇപ്പം ആരെങ്കിലും വന്നിട്ട് മക്കളെ ഇതെന്തുവാ എന്ന് ചോദിച്ചാൽ കർത്താവ് ഒരു പാറയുടെ കുറ്റിയുടെ മണ്ടയ്ക്ക് പറ്റി. Praise the Lord. ബാബു സാറേ, എന്താ പറ്റി ഡാനിയൽ ജോൺ പാസ്റ്റർ? നോക്കട്ടെ ചാ, പറയാം. ഡാനിയൽ ജോൺ പാസ്റ്റർ,
രാകേഷ്, നമ്മുടെ ബാബു ജോൺ പാസ്റ്റർ ഫോൺ അറ്റൻഡ് ചെയ്തോണ്ടിരിക്കേ, ഹോൾഡ് ചെയ്യണേ. ഓക്കെ ഓക്കെ ഓക്കെ. Okay. Sorry, can you all hear me? കേൾക്കാം Yes, സാർ. sir. Sir, I had a very important call to attend on this phone. Sorry. Okay, നമ്മളിവിടെ വരെ വന്നത് ഗലീലെ അമ്മച്ചിമാര് ചോദ്യം ചോദിച്ചാൽ ഒരു ഉദാഹരണം പറഞ്ഞിട്ട് പെയ്യെ അവിടെ ഇവരുടെ മുഴുവൻ അങ്ങ് പറയും. ഭയങ്കര കൈൻഡ കർത്താവ്. ഇതേ കർത്താവ് താഴെ യെരുശലേമിൽ വരും. അവിടെയുള്ള ഹൈലി എഡ്യൂക്കേറ്റഡ് സ്കോളേഴ്സ്, നമ്മുടെ ഭാഷ പറഞ്ഞ എല്ലാ MTH-കാരും സറാംപൂറിന്റെ ബീഡിക്കാരും, ഇവരെന്തെങ്കിലും ചോദിക്കും. കണ്ടത്തടിക്ക് മുണ്ടത്തടി എന്ന് പറയുമ്പോൾ വർത്താനം പറയും. ഇവരെ ഇടിച്ചു താഴ്ത്തി പരിഹസിച്ച് ഇവര് വെറും ഭോഷന്മാരാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ മറുപടി പറഞ്ഞു. ഒരൊറ്റ ചോദ്യത്തിനും സ്റ്റേറ്റ് മറുപടി പറയത്തില്ല. ഒറ്റയൊരു ചോദ്യത്തിനും മറുപടി പറയത്തില്ല. അതായിരുന്നു കർത്താവിന്റെ അവരോടുള്ള ആറ്റിറ്റ്യൂഡ്. അതിന് റീസൺ ഉണ്ട്. അത് ഞാൻ നമ്മൾ ആ ഭാഗം പഠിപ്പിക്കുന്നുണ്ട്, പറഞ്ഞുതരാം. അപ്പൊ നമ്മള് ഹീബ്രു ഓഫ് ദി ഹീബ്രൂസിന്റെ കാര്യം പറഞ്ഞു, ഡയസ്പൊര ജ്യൂസിന്റെ കാര്യം പറഞ്ഞു. അവർ ഒരുപാട് കൾച്ചറൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ഡയസ്പൊര ജ്യൂസ്. ആൻഡ് ദെൻ the Hellenic Jews. ഈ ഹെലനിക് ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ കാണിച്ചു തരാമേ. ഈ ഗലീല കടലിന്റെ കിഴക്ക് ഭാഗത്തായിട്ട് ഇവരില്ലായിരുന്ന കാലത്ത്, ഇവർ പലസ്തീൻ നാട്ടിൽ ഇവരില്ലായിരുന്ന കാലത്ത് ഈ ജാതികൾ വന്നിട്ടില്ല. ദാനുഭാഷ താമസിച്ചത് അവിടെ എന്ത് ചെയ്യുന്നറിയാമോ? ഇവര് വന്നിട്ട് ഗ്രീക്സിന്റെ ക്ഷേത്രങ്ങൾ ഗ്രീക്സിൽ നിന്ന് റോമാക്കാരത് ഏറ്റെടുത്തിട്ട് അവർ ഗ്രീക്കോ റോമൻ റിലിജനാക്കി മാറ്റിയിട്ട് അവിടെ മുഴുവൻ ക്ഷേത്രങ്ങളെ കൊണ്ടങ്ങ് നിറച്ചു. ഈ ദാനും നാഫ്തലി എന്നൊക്കെ പറയുന്ന ആൾക്കാർ പിന്നെ കുറച്ച് പേരോട് തിരിച്ചു വന്നു. അവരുടെ നാട്ടിൽ വന്നപ്പോഴേക്കും ഈ ക്ഷേത്രങ്ങളും ക്ഷേത്രാരാധനക്കാരും അവിടെ ഭയങ്കര പ്രബലമായി ശക്തരാണ്. അവരവിടെ താമസിക്കുക. ഇവർക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. ഇവര് രാവിലെ എഴുന്നേൽക്കുമ്പം ഈ ക്ഷേത്രത്തിൽ നിന്നുള്ള പാട്ടും കീർത്തനങ്ങളും കേട്ടോണ്ടാ എഴുന്നേൽക്കുന്നത്. രാത്രി ഉറങ്ങാൻ പോകുമ്പോഴും അത് കേട്ടോണ്ട് അവർ ഉറങ്ങാൻ പോകും. അപ്പൊ ഈ ക്ഷേത്രങ്ങളുടെ സാമീപ്യത്തിലാണ് അവർ കഴിയുന്നത്. കേട്ടോണേ, ഈ ക്ഷേത്രങ്ങളുടെ സാമീപ്യത്തിൽ കഴിയുന്നതുകൊണ്ട് ഇവരെ മറ്റ് യഹൂദന്മാർ, ഞാൻ ആദ്യം പറഞ്ഞ 3 യഹൂദന്മാര് ഇവരെ ഭ്രഷ്ട് കൽപ്പിച്ച് ഇവരെ അശുദ്ധരെന്ന് പ്രഖ്യാപിച്ചിട്ട് ഇവർക്കൊരു പേരിട്ടു. ഇവർക്കിട്ട പേരാണ് ദ ഹെലനിക് ജ്യൂസ് എന്ന് പറഞ്ഞാൽ അവർ യവന സംസ്കാരവും യവന മതവുമായി ഇടകലർന്നവരായതുകൊണ്ട് അവർ അശുദ്ധരാണെന്ന് പറഞ്ഞ് ഭ്രഷ്ട് കൽപ്പിച്ച് മാറ്റി. അപ്പൊ ഭ്രഷ്ട് കൽപ്പിച്ച് മാറ്റിയപ്പോൾ ചെയ്ത് തന്നെ അറിയാം, ഒന്ന്, ഇവർക്ക് യെരുശലേമിൽ വരാമെന്നല്ലാതെ ഉത്സവത്തിൽ ഇവർക്ക് ഒരു റോളും കൊടുക്കത്തില്ല. 2, ഇവരുടെ ഗിഫ്റ്റ് ആൻഡ് കോൺട്രിബ്യൂഷൻ യെരുശലേം ദേവാലയത്തിൽ വേണ്ട. അശുദ്ധന്മാരാണ്, അതുകൊണ്ട് നിങ്ങൾ ഇതിലൂടെ കൊണ്ടുവരരുത്. അശുദ്ധന്മാരാണ്. ഇപ്പൊ നമ്മുടെ ടെർമിനോളജി പറഞ്ഞാൽ ഒരു യഹൂദന്മാരുടെ ദളിതന്മാരായിരുന്നു ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ ഹെലനിക് ജ്യൂസ് അവരാണ്. അവരെ കറക്റ്റ് ദളിത്സ് ആയിട്ടാണ് കണ്ടിരുന്നത്. അപ്പൊ ഇവരെന്തെന്നറിയാമോ? ഇവർക്കങ്ങ് ദേഷ്യം വന്നിട്ട് ഈ യെരുശലേമിലുള്ള യഹൂദന്മാരോട് അവർക്കുള്ള അരിശം തീർക്കുന്നതിന് വേണ്ടി യഹൂദന് നിഷിദ്ധമായ സകല കാര്യങ്ങൾ അവർ ചെയ്യും.
യഹൂദന് പാടില്ലെന്ന് പറഞ്ഞ സകല കാര്യങ്ങൾ അവർ ചെയ്യും. ഇവരുടെ ഇടയിലോട്ട് ഞാനീ പറഞ്ഞ ആദ്യത്തെ 3 വർഗത്തിൽപ്പെട്ട യഹൂദന്മാർ പോകത്തില്ല. കാര്യം ഇവർ അശുദ്ധരാണ്, ദലിതരായുണ്ട്, താഴ്ന്ന ജാതിക്കാരായുണ്ട്. ഇവരെ അങ്ങോട്ടും കയറ്റത്തില്ല. രണ്ടാമത്തെ കാര്യം, ഇവരുടെ ഗിഫ്റ്റ് ആൻഡ് ഓഫറിങ്സും യെരുശലേമിൽ സ്വീകരിക്കത്തില്ല. ഇവരെന്ത് ചെയ്തു? യഹൂദന് നിഷിദ്ധമായ കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. കാര്യം മറ്റുള്ള യഹൂദന്മാരെ ദേഷ്യം പിടിപ്പിക്കുന്ന വേണ്ടി. അതിനാണ് ഇവരെന്ത് ചെയ്തത്? ഇവർ പന്നിയെ വളർത്തിയത്. യഹൂദന് പന്നിയെ വളർത്താൻ പാടില്ല. ഇവർ പന്നിയെ വളർത്തി. ആ പന്നിയിൽ 400 എണ്ണമാണ് ഒരു ദിവസം ശാശി കയറി ചെന്ന് ഈ കടലിൽ വീണ് ചാകുന്നത്. ഇനി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ മനോഭാവം, ഈ 3 യഹൂദന്മാരോടുള്ള മനോഭാവം ഞാൻ പറഞ്ഞു. ഇനി ഞാൻ 4ാമത്തെ യഹൂദന്മാരുടെ പറയാം. നമ്മൾ തിരുവെഴുത്തുകളെ ശ്രദ്ധിച്ചു വായിച്ചാൽ ഈ 4ാമത്തെ കൂട്ടരോട് കർത്താവിന് ഭയങ്കര അനുകമ്പയാണ്, അതിഭയങ്കര അനുകമ്പയും, അതിഭയങ്കര സ്നേഹവും, അതിഭയങ്കര വാത്സല്യവും. കർത്താവ് ഏറ്റവും കൂടുതൽ അണച്ചു നിർത്തിയത് ഈ പറഞ്ഞ 4ാമത്തെ കൂട്ടരെ. ഞാൻ ഈ പറഞ്ഞ രീതിയിലാണോ നിങ്ങൾ ഗോസ്പൽസ് ഇതുവരെ വായിച്ചത്? എനിക്കറിയത്തില്ല. അങ്ങനെയാണോ നിങ്ങൾ പഠിച്ചത്? അതും എനിക്കറിയത്തില്ല. ഇങ്ങനൊക്കെ വേർതിരിച്ചാണ് കർത്താവ് ആളുകളെ കണ്ടിരുന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരുന്നോ? അതും എനിക്കറിയത്തില്ല. ഈ 4 ബാക്ക്ഗ്രൗണ്ടിലാണ് ദ ഹോൾ ജൂയിഷ് പീപ്പിൾ അന്ന് ഇസ്രായേൽ ദേശത്തുണ്ടായിരുന്നു. അപ്പൊ നമ്മള് ബേത്ലഹേം ടു മൗണ്ട് ഒലീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ പുറകെ നടക്കുക. ഞാൻ പറഞ്ഞ കർത്താവ് നിന്നിടത്തൊക്കെ നമ്മൾ നിൽക്കും, കർത്താവ് ഇരുന്നിടത്ത് നമ്മൾ പെയ്യെ കുത്തിയിരിക്കും, കർത്താവ് പറഞ്ഞതെല്ലാം നമ്മൾ കേൾക്കും, കർത്താവ് ചെയ്തതെല്ലാം കാണും. എന്നിട്ട് കർത്താവ് പറഞ്ഞ ഭാഷയാന്ന് നോക്കും. കർത്താവ് എല്ലായിടത്തും ഒരേ ഭാഷയല്ല സംസാരിച്ചത്, അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പ് ഇൻ ദ ഗാലലിയിൽ കർത്താവ് സംസാരിച്ച ഭാഷയല്ല ഡൗൺ ഇൻ ജെറൂസലേമിൽ ദേവാലയത്തിൽ വരുമ്പോൾ കർത്താവ് സംസാരിച്ചത്. ഇതേ ഭാഷയല്ല കർത്താവ് റോമൻ ജനറൽസിനോടും സെഞ്ചൂറിയൻസിനോടും സംസാരിക്കുന്നത്. അത് ലാംഗ്വേജ് വേറെയാണ്. അപ്പൊ കർത്താവ് ഓരോരുത്തരോടും ഏത് ഭാഷയിലാണ് സംസാരിച്ചത്, ആ പറഞ്ഞ വാക്കുകൾ ഏതാണ്, ആ വാക്കുകളുടെ അർത്ഥം എന്തുവാ, ആ ഡിഫറൻസ് എന്തുവാ, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാണ്, വളരെ ശ്രദ്ധിച്ച് നോക്കിയാണ് നമ്മുടെ ഈ ന്യൂ ടെസ്റ്റ്മെന്റ് സ്റ്റഡീസ് നടത്തുന്നത്. ഞാൻ ആസ് മച്ച് ആസ് ഐ അണ്ടർസ്റ്റാൻഡ്, ഞാൻ മനസ്സിലാക്കിയത്തോളം ഈ കാര്യങ്ങളൊന്നും ഒരു ബൈബിൾ കോളേജിലും പഠിപ്പിക്കുന്നില്ല, ഒരൊറ്റ ബൈബിൾ കോളേജിലും പഠിപ്പിക്കുന്നില്ല. പക്ഷെ ഈ കാര്യങ്ങൾ പഠിക്കാതെ ഒരാൾ എങ്ങനെ സുവിശേഷം പ്രസംഗിക്കും? ഈ സുവിശേഷങ്ങളിൽ നിന്ന് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഈ 4 സുവിശേഷ പുസ്തകങ്ങളിൽ നിന്ന് ഒരു ഭാഗമെടുത്ത് നിങ്ങൾ വായിക്കുമ്പോൾ, എന്നിട്ട് പഠിപ്പിക്കുമ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് അറിയത്തില്ല. കർത്താവ് സംസാരിക്കും, ഇത് ഏത് യഹൂദനാണ്, ഇവരോട് കർത്താവ് അങ്ങനെ സംസാരിക്കാൻ കാരണം എന്താണ്, അവരുടെ പശ്ചാത്തലം എന്താണ്, ഇതൊന്നും നമ്മുടെ പാവം ശുശ്രൂഷകന്മാർക്ക് അറിയത്തില്ല. ഇതൊക്കെ അറിഞ്ഞിരിക്കണം ഈ വേദഭാഗം വ്യാഖ്യാനിക്കുന്നതിന് മുമ്പേ എന്നുള്ള കാര്യം അറിയാമോ? അതും അറിയത്തില്ല. എന്റെ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ പോലെ ഇവർ കോഴഞ്ചേരിയുടെ പശ്ചാത്തലത്തിൽ ഇതൊക്കെ വ്യാഖ്യാനിക്കുന്നത്. കർത്താവ് ഒരു വീട്ടിൽ പ്രസംഗിച്ചുകൊണ്ടെന്ന് പറയുമ്പോൾ അവര് നമ്മുടെ കോഴഞ്ചേരിയിലെ വീടാ, ഒരു വലിയ വരാന്തയും അപ്പുറത്തും ഇപ്പുറത്തും ബെഡ്റൂമും അടുക്കളയും ഒക്കെ ഉള്ള കോഴഞ്ചേരിയിലെ വീട് അവർ കാണുന്നത്. അതല്ല പലസ്തീൻ നാട്ടിലെ വീട്. അന്ന് കർത്താവിന്റെ കാലത്ത് ഇസ്രായേലിലെ വീടുകളുടെ സ്ട്രക്ചർ എന്തായിരുന്നു അത് മനസ്സിലാക്കിയെങ്കിൽ കർത്താവ് വീട്ടിൽ വന്നു എന്ന് പറയുമ്പോൾ കർത്താവ് എവിടാ വന്നത്, എതിലെയാ കയറിയത്, എവിടാ ഇരുന്നത്, ആ വീടിന്റെ സ്ട്രക്ചർ എന്താ, ഇതൊക്കെ മനസ്സിലാക്കണം. ഇതൊക്കെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ പക്ഷപാതക്കാരനെ എങ്ങനെ കെട്ടിയിറക്കുന്നുള്ളത് കൂടി കിട്ടുന്നു. ഇല്ല നമ്മൾ ആയിരിക്കും വീടിന്റെ ഓടും മേൽക്കൂരയും മുഴുവൻ തല്ലി പൊളിച്ച് ഇവനെ കട്ടില് കൂടെ കെട്ടിയിറക്കി താഴോട്ട് ഇറക്കുകാരുന്നത്. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. ഇതൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്തുവായിരുന്ന വീടിന്റെ സ്ട്രക്ചർ, പലസ്തീൻ നാട്ടിലെ വീടുകളുടെ സ്ട്രക്ചർ എന്തായിരുന്നു നമ്മൾ പഠിക്കണം. അപ്പൊ നമ്മള് ബേത്ലഹേം ടു മൗണ്ട് ഒലീവിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് കാര്യം കർത്താവ് ഇടപെട്ട പെരുമാറിയ ആളുകൾ ആരൊക്കെയായിരുന്നു.
എന്തിനാണ് കർത്താവ് അങ്ങനെയൊക്കെ അവരോട് പെരുമാറി? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ദ ഗ്രേറ്റ് upheavals during the time of Jesus or just before the time of Jesus എന്നുള്ളതാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ കാലത്ത് അല്ലെങ്കിൽ കർത്താവിന്റെ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് ആ ഇസ്രായേൽ ദേശത്തുണ്ടായ വലിയ upheavals ഉണ്ട്. അടുത്ത സ്ക്രീൻ ഒന്ന് കാണിച്ചേ. The Jewish upheavals during Jesus time. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ കാലത്തുണ്ടായിരുന്ന വലിയ upheavals എന്ന് പറഞ്ഞാൽ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, മതപരമായ മുന്നേറ്റങ്ങൾ എന്നാണ്. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, മതപരമായ മുന്നേറ്റങ്ങൾ. പ്രധാനപ്പെട്ട മുന്നേറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു? അതിനെപ്പറ്റി നമ്മൾ പറയാൻ പോകുന്നത്. ഈ മുന്നേറ്റങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾക്ക് ഗോസ്പൽ ഒരു അടഞ്ഞ വേൾഡാണ്. നമുക്ക്. ഗോസ്പൽ എന്ന വേൾഡ് തുറന്നു കിട്ടണമെങ്കിൽ, അതിന്റെ മിലിയ തുറന്നു കിട്ടണമെങ്കിൽ ഞാൻ ഈ പറയുന്ന മുന്നേറ്റങ്ങൾ നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. അതിൽ ഒന്നാമത്തെ മുന്നേറ്റം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ദേശത്ത് പൗരോഹിത്യത്തിനുണ്ടായ മുന്നേറ്റമാണ്. നമുക്ക് എന്ത് പറയാം? പൗരോഹിത്യ മുന്നേറ്റം എന്ന് പറയാം. ഒന്നാമത്തെ മുന്നേറ്റത്തിന് പൗരോഹിത്യം അല്ലെങ്കിൽ പ്രീസ്റ്റ്ലി അപ്ഹീവൽസ് എന്ന് പറയാം. എന്തുവായിരുന്നു പ്രീസ്റ്റ്ലി അപ്ഹീവൽസ്? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അതിനെപ്പറ്റി കുറച്ച് പറഞ്ഞത് എന്റെ വിശ്വാസം. ബാക്കി പറയാം കേട്ടോ. ബാബിലോണിൽ നിന്ന് ഇസ്രായേൽ മക്കൾക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഹോൾ ഇസ്രായേൽ ബാബിലോണിന്റെ ഒരു പ്രോവിൻസ് അല്ലെങ്കിൽ പ്രവിശ്യയാണ്. നമുക്ക് എങ്ങനെ പറയാം? കേരളം ഇന്ത്യയുടെ ഒരു സംസ്ഥാനമാണെന്ന് പറയാൻ പോലെ. അപ്പൊ കേരളത്തിൽ മുഖ്യമന്ത്രിയേ ഉള്ളൂ, പ്രധാനമന്ത്രി ഇല്ല. കേരളത്തിൽ പോലീസേ ഉള്ളൂ, കേരള പട്ടാളം ഇല്ല, അല്ലെ? അതൊക്കെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയാണ്. ഇതുപോലെ ഇവർക്കൊരു പ്രോവിൻസ് ആണ് ഇവര്. അപ്പൊ ഈ പ്രോവിൻസ് ആരാ ഭരിക്കുന്നത്? ഇതിന്റെ യഥാർത്ഥ ഭരണാധികാരികൾ പേർഷ്യൻ രാജാക്കന്മാരാണെങ്കിൽ ഈ ദേശത്തെ ഭരിക്കാനുള്ള അധികാരം ആർക്ക് കൊടുത്തു? ഇവിടുത്തെ പുരോഹിത വർഗത്തിന് കൊടുത്തു, പ്രീസ്റ്റിന്റെ കൊടുത്തു. അങ്ങനെ ഭരിക്കാനുള്ള അധികാരം പുരോഹിതന്മാർക്ക് വന്നു. ഈ പുരോഹിതന്മാരെ ഭരിക്കാനുള്ള അധികാരം വന്നാൽ പിന്നെ നടക്കുന്നത് 100% അഴിമതിയാ. മനസ്സിലായോ? 25 ലോക്കൽ സഭയുള്ള ഒരു ഡിസ്ട്രിക്റ്റിനെ ഒരു ഡിസ്ട്രിക്ട് പാസ്റ്റർ ഏൽപ്പിച്ചാൽ അഴിമതിയുടെ കൂത്തരം കാണുന്നത്. കാര്യം പുള്ളിക്ക് കൂടുതൽ പൈസ ഏത് പാസ്റ്റർ കൊടുക്കുന്നു ആ പാസ്റ്റർക്ക് പൈസ ഉള്ള സഭയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. പുള്ളി എപ്പോഴും തിരുമുൽക്കാഴ്ച വെച്ച് വണങ്ങാത്ത പാസ്റ്ററെ നേരെ സെൻട്രലിലോട്ട് അങ്ങ് അടിച്ചേക്കും. ഇവിടെ വേണ്ടെന്ന് പറയും, നിങ്ങൾ എടുത്തോളം പറയും, ഇവർ എവിടെ കൊണ്ട്. അത് കാരണം ഈ ഡിസ്ട്രിക്ട് പാസ്റ്റർക്ക് തിരുമുൽക്കാഴ്ചയുമായിട്ട് നിൽക്കുകയാണ് ആര്? ഈ ഡിസ്ട്രിക്റ്റില് 25 പാസ്റ്റർമാർ. ഇവർ തമ്മിൽ ഇപ്പം വലിയൊരു സ്പിരിറ്റ് ഓഫ് കോമ്പറ്റീഷൻ. എന്തിനാ? ഡിസ്ട്രിക്ട് പാസ്റ്റർ ഞങ്ങളുടെ സഭ ഈ ആഴ്ച വിളിക്കണം, കർത്താവിന്റെ ദാസനും ദാസിയും കൂടെ ഈ ആഴ്ച നമ്മുടെ സഭയിലേക്ക് എഴുന്നള്ളി വന്ന് അവർക്ക് നല്ല റൂണും കോഴിയിറച്ചിയൊക്കെ പൊരിച്ച് മീനും ഒക്കെ വറുത്ത് കൂട്ടി കൊടുത്ത് നല്ലൊരു കവറും കൊടുക്കും. ആ കവറുകളിലേക്ക് നിറയ്ക്കുന്നതിന് വേണ്ടി പുള്ളി പാതാളം പോലത്തെ 2 പോക്കറ്റുള്ള ജുബായുമായിട്ടാണ് വരുന്നത്. ഈ വലിയ ജുബ ഈ പാസ്റ്റർമാർ ഇടുന്നതിന്റെ കാര്യം ഉണ്ടെന്നറിയാമോ? അത് ഈ പാതാളം പോലത്തെ 2 പോക്കറ്റ് കിട്ടുന്ന കവറെല്ലാം അതിനകത്ത് തേക്കുന്നതായിരിക്കും. വലിയ ചാക്കിനകത്ത് കപ്പ നിറച്ചുകൊണ്ട് പോകുന്ന മാതിരിയാണ് ഈ കവറെല്ലാം നിറച്ചുകൊണ്ട് ഇവർ സന്ധ്യക്ക് ഡിസ്ട്രിക്ട് പാസ്റ്റർ വീട്ടിൽ പോകുന്നത്. അപ്പം പൗരോഹിത്യത്തിന്റെ കയ്യിൽ അധികാരം കിട്ടിയാൽ പിന്നെ നടക്കുന്ന കറപ്ഷനാണ്, അതിഗംഭീരമായ കറപ്ഷൻ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ കാലത്ത് ഏറ്റവും വലിയ കറപ്റ്റ് കമ്മ്യൂണിറ്റി ആയിരുന്നു പ്രീസ്. അവരെങ്ങനെ കറപ്റ്റ് ആയത്? അതാ ഞാൻ നിങ്ങളോട് പറയാം. അവരെന്താ ചെയ്യുന്നറിയാമോ? മതത്തിന്റെ അധികാരം ഇവരുടെ അല്ല, രാഷ്ട്രീയ അധികാരം ഇവരുടെ അല്ല. അപ്പൊ ഇവർക്ക് 2 ജോലിയാണ്. ഒന്നാമത്തെ ജോലി
ഇവര് മതപരമായ കാര്യങ്ങൾ ചെയ്യുക. 2, നീതി നടത്തുക, നാട് ഭരിക്കുക. ഈ നാട് ഭരിക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് 3 കാര്യങ്ങളാണ്. നിങ്ങൾ ഇതെല്ലാം ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം, ഈ ഇവരുടെ മേലുള്ള രാജാവുണ്ടല്ലോ, ആരും ആയിക്കോട്ടെ, കർത്താവിന്റെ കാലമായപ്പോൾ റോമക്കാരായി. ആ റോമാക്കാർക്ക് ടാക്സ് പിരിച്ചു കൊടുക്കുക. അപ്പൊ ഇവർ ചെയ്യേണ്ടത് 1, ടാക്സ് പിരിക്കുക. 2, അതിന്റെ 80% ഇവരുടെ പോക്കറ്റിലോട്ട് മുക്കുക. 3, 20% റോമാക്കാർക്ക് കൊടുക്കുക. മനസ്സിലായോ? പാവപ്പെട്ടവനെ പിഴിയുക, 80% ഇവർ മുക്കുക, 20% റോമിലോട്ട് കൊടുക്കുക. റോം ഹാപ്പിയാ. കാരണം എന്താ? അവർക്ക് കിട്ടണ്ടേ അവർക്ക് കിട്ടി. ഇനി ഇവരെന്ത് ചെയ്യുന്നുള്ള റോമിന് അറിയേണ്ട കാര്യമില്ല. അപ്പൊ ഇവരെന്താ ചെയ്യുന്നറിയാമോ? ഇവര് വഷളത്തരം കൊണ്ട് എന്താ, എനിക്ക് പറയാൻ വാക്കുകളില്ല, അങ്ങനത്തെ അവസ്ഥയിൽ ഇവരെത്തിയിരിക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കേട്ടോണേ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വരുന്ന സമയത്ത്, ഇത് മനസ്സിലാക്കാതെ എനിക്ക് നിങ്ങൾക്ക് നെഗറ്റീവ് സ്റ്റോറി ഓഫ് ദ നേറ്റിവിറ്റി പറയാൻ പറ്റത്തില്ല. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ജനിക്കുന്ന സമയത്ത് ഇസ്രയേലിൽ 2 മഹാപുരോഹിതന്മാരുണ്ട്. എന്റെ ഭാഷ പറഞ്ഞ മഹാപുരോഹിതന്മാർ. അമ്മായിയപ്പൻ ഹന്നാസും മരുമോൻ കയ്യാപ്പാവും. ഇവരുടെ പരിപാടി കേട്ടോണേ. യെരുശലേം ദേവാലയത്തിൽ എല്ലാ വർഷവും ഉത്സവത്തിന് പെസഹ പെരുന്നാളിന് ആൾക്കാർ വരണം. ഒരാടിനെ കൊണ്ട് കൊടുക്കണം. അപ്പൊ ഈ ആടിന്റെ ഇറച്ചി നല്ല ഭാഗം ഇവർക്കുള്ള മേധസ് അവിടെ ദഹിപ്പിക്കണം. ഇറച്ചിയുടെ നല്ല ഭാഗം ഇവർക്ക്, പുരോഹിതന്മാരാ. ഇതങ്ങനെ ചൂട്ടം അടിക്കുക. ഇറച്ചി തിന്നാൻ വേണ്ടി ആര് വരും? ഹെരോദാവ് വരും മേളിൽ. അവൻ ഇവിടെ വരേണ്ട കാര്യമില്ല, രാജാവ്. പിന്നെ ലിയാടെ പേരെന്തുവാ? പീലാത്തോസ്. പീലാത്തോസ് ആ സമയത്ത് എങ്ങും പോകത്തില്ല, കാരണം നല്ല ഇറച്ചി കൂടി എന്തോ ആടാ. ഇനി ഒരു കാര്യം, ഒരു സാധാരണക്കാരൻ ഊനമില്ലാത്ത ഒരു ആടിനെ കൊണ്ടു, അവന്റെ ഊനമില്ലാത്ത ആടിനെ ചെക്ക് ചെയ്ത് ഒരു ഊനവും ഇല്ലെന്ന് പറഞ്ഞ് അതിനെ യാഗം കഴിച്ചു. അതിനെ യാഗം കഴിച്ചതുകൊണ്ട് ഈ പുരോഹിതന് എന്തെങ്കിലും ഗുണം? പുരോഹിതന് ഒരു ഗുണമില്ല. അപ്പൊ ഈ പുരോഹിതന്മാർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി. എന്താ പറയുക അണ്ടർസ്റ്റാൻഡിങ് അറിയാമോ? ആരാടിനെ കൊണ്ടുവന്നാലും കാളെ കൊണ്ടുവന്നാലും പശുവിനെ കൊണ്ടുവന്നാലും അവന് പിന്നെ ഒന്നും എതിര് പറയാൻ ഒക്കത്തില്ല. അത് കൊള്ളത്തില്ല, അത് കൊള്ളത്തില്ല. അപ്പൊ കൊള്ളത്തില്ലെന്ന് പറഞ്ഞാൽ കൊള്ളാവുന്ന വേറൊന്നിനെ മേടിച്ചു കൊടുത്ത് അവന്റെ സിറ്റിസൺഷിപ്പ് റിന്യൂ ചെയ്തില്ലെങ്കിൽ അവന്റെ ഇസ്രായേൽ പൗരതയോട് ബന്ധമില്ല. അവന്റെ വിചാരത്തിൽ അവൻ മരിച്ചാൽ നരകത്തിൽ പോകുന്നുണ്ട്, പാവിയാ. ഇങ്ങനെ സംഭവിക്കാൻ ഇനി പാവം ചെയ്യും, എവിടെ നിന്നെങ്കിലും ആടിനെ കൊണ്ടാണ്. അപ്പൊ ഈ മഹാപുരോഹിതന്മാര് ഗലീലിൽ അവർക്ക് വലിയ ആട് ഫാമുണ്ട്. ഗലീലിൽ അവിടെ മുഴുവൻ ആടിനെ വളർത്തും ഈ മഹാപുരോഹിതന്മാരുടെ ആട് ഫാം. അവിടുന്ന് പണിക്കാരെന്ന് അറിയാമോ? ഈ ആടിനെ അവിടുന്ന് അടിച്ചുകൊണ്ട് നടത്തി ബേത്ലഹേമിന്റെ അവിടെ, അവിടുന്ന് കുറച്ചേ ഉള്ളൂ, 5 മൈലേ ഉള്ളൂ ഇങ്ങോട്ട് വരാൻ. യെരുശലേം 5 മൈലില്ല, യെരുശലേമിലോട്ട് വരാനായിട്ട്. അവിടെ കൊണ്ട് കിടത്തും. എന്നിട്ട് യെരുശലേമിൽ ഉത്സവമാകുന്ന ഈ ആടിനെയും കാളയും യെരുശലേം ദേവാലയത്തിൽ അവിടെ കൊണ്ടുവരും. യെരുശലേം ദേവാലയത്തിന്റെ വിശുദ്ധ സ്ഥലം മുതൽ ഇവിടം വരെ, ഒലിവുമലയുടെ അങ്ങേയറ്റം വരെ 2 മൈൽ നീളത്തിൽ ഇവരുടെ കടകളാണ്. പ്രത്യേകിച്ച് വലിയൊരു ഒലിവുമരം ഉണ്ടായിരുന്നു അന്ന് അവിടെ. അതിന്റെ കീഴിൽ വലിയ കടകൾ വെച്ചിരിക്കുന്നത് ചെന്നുപോത്ത് എന്ന് പറയുന്നത്. ഈ ഉത്സവത്തിനുള്ള സകല സാധനങ്ങൾ അവിടെ കിട്ടും. ഇവരുടെ ആടും കാളയും പശുവും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഒരു പാവപ്പെട്ടവൻ ഒരാട്ടിൻകുട്ടിയെ കൊണ്ടുപോകും, കൊള്ളത്തില്ല.
പിന്നെ ഇവൻ എന്താ അപ്പുറത്ത് ഒരു ആടിനെ മേടിക്കും, 10 ഷേക്കല വില, 100 ഷേക്കല വില. ആരുടെ കടയെന്ന് മനസ്സിലായോ? കയ്യാപ്പാവിന്റെ അന്നാസിന്റെ കടയാ. അവരുടെ ആട് ഈ പാവപ്പെട്ടവന് എത്ര കിട്ടി? 200 ഷേക്കല അവർ അടിച്ചു മാറ്റി. ഈ ആടോ ചെവി പറഞ്ഞതോ കാലൊടിഞ്ഞതോ കൊമ്പ് പറഞ്ഞതോ ഒക്കെ ആയിരിക്കും. ഒരു മുതുക്കിയാണ്, അതിനെ ഒരു വഹിക്ക് കൊള്ളത്തില്ല, അതിന് ഉറ്റു വഹിക്ക് കൊള്ളത്തില്ല. പക്ഷെങ്കിൽ അതിനെ ഈ പാവം കൊണ്ട് നീ ആഗ്രഹിക്കണം. മനസ്സിലായോ? ഈ പുരോഹിതന്മാരെ കൊണ്ട് ജനം പൊറുതി മുട്ടി എന്ന് പറഞ്ഞ ഉയ്യോ സഹിക്കാൻ വയ്യ. അത്ര ദുഷ്ടന്മാരാണ്. ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ വിങ് ഉണ്ട്. അവരാണ് ദ പ്രീസ് എന്ന് നമ്മൾ ഇവിടെ പറഞ്ഞത്. അപ്പൊ ഈ പ്രീസ്റ്റ്ലി അപ്ഹീവൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? മഹാപുരോഹിതനാണ് ഭരണാധികാരി. കർത്താവിന്റെ കാലമായപ്പം പൊളിറ്റിക്കൽ കാര്യങ്ങളുടെ ഹെഡായിട്ട് ഹന്നാസും സ്പിരിച്വൽ മാറ്റേഴ്സിന്റെ ഹെഡായിട്ട് കയ്യാപ്പാവ് നിലവിൽ വന്നു. അത് തന്നെ വലിയൊരു സംഗതിയാണ് പറയാനുണ്ട്, ഒത്തിരി പറയാനുണ്ട്. അപ്പൊ 2 മഹാപുരോഹിതന്മാരെ കൂടി ഭരിക്കുക. ഇവരുടെ അനുയായികളാണ് ദേശം മുഴുവൻ ഭരിക്കുന്നത്. ഭരണം എന്ന് പറയുമ്പോൾ എന്ത് നടക്കുന്നുള്ളൂ? ഞാൻ പറഞ്ഞു കേട്ടോ, ആർക്കും നീതി കിട്ടുന്നില്ല, ആർക്കുമേ നീതി കിട്ടത്തില്ല. അങ്ങന്റെ കാര്യമേ ഇല്ല. മിണ്ടി പോയെങ്കിൽ ഇവര് റോമൻ പട്ടാളക്കാർ വിളിക്കും. റോമൻ പട്ടാളക്കാർ കയറി അങ്ങ് നിരത്തുകയാണ് ആളുകളെ, അടിച്ച് നിരത്തുക, തകർക്കുക. ഇതാണ് കർത്താവിന്റെ കാലത്തെ ഒരു അപ്ഹീവൽ, പ്രീസ്റ്റ്ലി അപ്ഹീവൽ, പൗരോഹിത്യ മുന്നേറ്റം. ഈ പൗരോഹിത്യ മുന്നേറ്റത്തിന്റെ കീഴിൽ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ആളുകളാണ് ഒന്ന്. നമ്മൾ അങ്ങോട്ട് വരാൻ പോവാം. ഇനി രണ്ടാമത്തെ മുന്നേറ്റം എന്ന് പറയുന്നത് ഇസ്രയേലില് ദി അപ്ഹീവൽ ഓഫ് ദ സിനഗോഗ്സ് എന്ന് പറയും. അപ്ഹീവൽ ഓഫ് ദ സിനഗോഗ്സ് എന്ന് പറഞ്ഞാല് കഴിഞ്ഞ ക്ലാസ് ഞങ്ങൾ പറഞ്ഞതാണ്, 10 യഹൂദന്മാരൊരു സ്ഥലത്തുണ്ടെങ്കിൽ അവിടെ ഒരു പ്രാർത്ഥനാലയം പണിയാം എന്നവർ തീരുമാനിച്ചു. ഇതിനാണ് സിനഗോഗ് എന്ന് പറയുന്നത്. ഈ സിനഗോഗ് എന്ന് പറയുന്നത് ശരിക്കും കണ്ട നമ്മുടെ CSA പള്ളി പോലെ, കറക്റ്റ് പറഞ്ഞ നമ്മുടെ CSA പള്ളി മോഡലാണ്. 2 സൈഡിലും ഓരോ ചെറിയ ഹോളുണ്ട്, പിന്നെ ഒരു മെയിൻ ഹോളുണ്ട്, പിന്നെ ഈ ശുശ്രൂഷന്മാർക്ക് പ്രധാന പീഠങ്ങളുണ്ട്. ആ സിനഗോഗ്. സിനഗോഗുകളിൽ ഇവരുടെ സങ്കീർത്തനം കൈയടിച്ച് പാടും എല്ലാവരും. വാക്യപ്രതിവാക്യമായിട്ട് വായിക്കുകയല്ല കേട്ടോ, കൈയടിച്ച് പാടും. എന്നിട്ട് രണ്ടാമത്തെ കാര്യം ഇവർ പ്രാർത്ഥിക്കും. മൂന്നാമത്തെ കാര്യം അവിടെ ഈ റാബായിമാര് വചന ശുശ്രൂഷ നടത്തും. നല്ല ബൈബിൾ സ്റ്റഡിയാണ്. ഒരു 1:30 മുതൽ 2:30 മനോഹരമായിട്ടുള്ള വചനം പറയും. ഇപ്പോഴും സിനഗോഗ്, ഈ സിനഗോഗുകള് ഇസ്രായേൽ മക്കൾ ഉണ്ടായിരുന്നതെല്ലാം നിറഞ്ഞു. സിനഗോഗുകൾ കൊണ്ടുണ്ടായ പ്രയോജനം നമ്മളോട് പറയാം. ഒന്നാമത്, ഇസ്രായേലിന്റെ ദൈവത്തെ പറ്റി ജാതികൾക്ക് അവയർനെസ് കിട്ടി. 2, വിശുദ്ധ വേദപുസ്തകം ആണ് ഇവിടെ പഠിപ്പിച്ചിരുന്നുള്ളതുകൊണ്ട് വേദപുസ്തകത്തെ പറ്റി, വിശുദ്ധ തിരുവെഴുത്തുകളെ പറ്റി വ്യാപകമായ ഒരു അറിവ് കിട്ടി. മൂന്നാമത്തെ കാര്യം, യഹൂദൻ എന്ന അടിമത്തത്തിന്റെ കീഴിലായിരുന്നുകൊണ്ട് ഈ അടിമത്തത്തിൽ നിന്നൊരു വിടുതലുണ്ടോ? അവരുടെ എല്ലാം ചോദ്യം അതാണ്, ഈസ് ദെയർ എ ഡെലിവറൻസ് ഫ്രം ദ റോമൻ സ്ലേവറി? റോമാക്കാരുടെ ഈ സ്ലേവറിയിൽ നിന്ന് നമുക്കൊരു മോചനമുണ്ടോ? ഒറ്റ മറുപടിയുള്ളൂ, മഷിയാഖ് വരും. നിങ്ങൾ എൻ്റെ പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മഷിഹ എന്നാ നമ്മൾ പറയുന്നത്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എൻ്റെ ശരിക്കും ജൂയിഷ് പ്രൊനൗൺസിയേഷൻ മഷിയാഖ് എന്ന. മഷിയാഖ് വരും. മഷിയാഖ് വന്നു കഴിയുമ്പോൾ ഈ ഭരണകൂടങ്ങളെ നേരെ നേരെ തിരിച്ചു മഷിയാഖ് ഭരണം തന്റെ കയ്യിലേറ്റെടുക്കും. ഒറ്റ ദിവസം
കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് യഹൂദന്റെ സ്ലീവിന് മാറും. ഒറ്റ ദിവസം കൊണ്ട് യഹൂദൻ സ്ലീവ് അല്ലാതെ തീരും. മഷിയാക്ക് ഭരണം തുടങ്ങും. പിന്നെ നടക്കുന്ന മുഴുവനും പ്രതികാരത്തിന്റെ ഭരണമാണ്. എന്ന് പറഞ്ഞാൽ യഹൂദനെ ഉപദ്രവിച്ചവരോട് ദൈവം ചെയ്യുന്ന പ്രതികാരത്തിന്റെ കഠിന ശിക്ഷയുടെ ഭരണമാണ് ഇനി നടക്കാൻ പോകുന്നത്. അന്ന് നമ്മളെ ഉപദ്രവിച്ചവർക്ക് എല്ലാം അടി കിട്ടും. അപ്പൊ നമുക്കത് കാണാം. ആ സന്തോഷത്തിലാണ് സാധാരണ ജനം ഇരിക്കുന്നത്. അപ്പോ മഷിയാഖ് എന്ന ആളിന്റെ വരവിനെ പറ്റി ഹോൾ വേൾഡിന് അറിയാനിടയായതിന്റെ മെയിൻ സോഴ്സ് യഹൂദന്മാരുടെ സിനഗോഗാണ്. ഈ സിനഗോഗിന്റെ വലിയ പ്രത്യേകത, അവർ സിനഗോഗിൽ മെമ്പേഴ്സ് ആയിരിക്കുന്നവര് അവിടെ പോയി നമ്മുടെ പള്ളിയിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യണം. രജിസ്ട്രേഷനിൽ അവരുടെ പേരും ഊരും നാളും നക്ഷത്രവും ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും. അവരുടെ മുഴുവൻ ഡീറ്റെയിൽസും സിനഗോഗിൽ നിന്ന് കിട്ടുമായിരുന്നു. ഇനി ഞാൻ മൂന്നാമത്തെ കൂട്ടറിലേക്ക് വരാൻ പോവാം. മൂന്നാമത്തെ കൂട്ടർ പേര് ദി ഫാരസീസ് എന്നാണ്. ഫാരസിയാക് മൂവ്മെന്റ് എന്നാണ് ഇതിനെ പറ്റി പറയുന്നത്. അപ്ഹീവൽസ് എന്ന് പറയുന്നത് പരീക്ഷ മുന്നേറ്റം. എന്തുവാ പരീക്ഷ മുന്നേറ്റം എന്ന് പറയുന്നത്? ഞാൻ നിങ്ങളോട് സിറിയൻ ഭരണകൂടത്തെ പറ്റിയും അന്ത്യോക്യസ് എപ്പിഫാനസിന്റെ പട്ടാളക്കാര് ഇവിടെ കയറിയ കാര്യവും 3.5 വർഷം അവര് ഇസ്രയേലിലെ സ്ത്രീകളെ മുഴുവൻ മാനഭംഗപ്പെടുത്തിയ കാര്യവും ഇസ്രയേൽ മുഴുവനും വിഗ്രഹക്ഷേത്രങ്ങളെ കൊണ്ട് നിറച്ച കാര്യവും യെരുശലേമിന്റെ നടുവിൽ വലിയ സ്റ്റേഡിയം പണിത കാര്യവും യെരുശലേം ദേവാലയത്തിനകത്ത് പന്നിയെ കൊണ്ട് ബലി കഴിപ്പിച്ച കാര്യവും യെരുശലേം ദേവാലയം ഒരു ബ്രോത്തലായിട്ട് വ്യഭിചാര കേന്ദ്രമായി ഇന്റർനാഷണൽ ബ്രോത്തലായിട്ട് മാറ്റിയ കാര്യവും എല്ലാം മുമ്പുള്ള ക്ലാസ്സുകൾ പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ട്. അപ്പൊ ഇതിനെതിരായിട്ട് 2 മൂവ്മെന്റ്സ് ഉണ്ടായി. ഒരു മൂവ്മെന്റ് ആയിരുന്നു ജൂഡ മക്കബിയസിന്റെ കീഴിൽ മക്കബിയൻ മൂവ്മെന്റ്. ആ മക്കബിയൻ മൂവ്മെന്റ് പ്രത്യേകത അടിച്ചു തകർക്കണം, ഇവന്മാരെ അടിച്ചു തകർക്കണം, തിരിച്ചടിക്കണം എന്നുള്ള ശക്തമായ മൂവ്മെന്റ് ആയിരുന്നു ഒന്നാമത്തത്. രണ്ടാമത്തെ മൂവ്മെന്റ് നമുക്ക് എന്തില്ല, പ്രതിരോധമില്ല, ഉപരോധമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അടിക്കത്തില്ല, തിരിച്ചടിക്കത്തില്ല, പക്ഷെ കീഴടങ്ങത്തില്ല. തിരിച്ചടിക്കത്തില്ല, പക്ഷെങ്കിൽ വിശുദ്ധ തിരുവെഴുത്ത് എന്ത് പറയുന്നു അതിന് കടുകടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തില്ല. മനസ്സിലായോ? കടുകട അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തില്ല. നമുക്ക് എന്ത് പറയാം? തീവ്രവാദി പെന്തക്കോസ്തുകാരെന്ന് പറയാം. തീവ്രവാദി പെന്തക്കോസ്തുകാർ, മനസ്സിലായോ? തീവ്രവാദി പെന്തക്കോസ്തുകാരെന്ന് പറയാം. ഇങ്ങനൊരു കൂട്ടം ആളുകളുടെ വിലപ്പേരും. ഇവരെയാണ് ഫാരസീസ് എന്ന് പറയുന്നത്. ഇവരെന്തിനു വേണ്ടി നിലവിൽ വന്നവരാണ്? ഇവർ നിലവിൽ വന്നത് തിരുവചന സത്യങ്ങൾക്ക് വേണ്ടി ആളുകളെ ഉറപ്പിച്ചു നിർത്തി ഒരു ഭയങ്കര അഭീവൽ ഉണ്ടാക്കി ആത്മീയമായ മുന്നേറ്റത്തിന് വേണ്ടിയാണ് ഇവർ നിലവിൽ വന്നത്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവര് വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് എന്തിനാണ് പറഞ്ഞിരിക്കുന്നത് മനസ്സിലാകുന്നത്. Man is not for the law, but the law is for the man എന്ന കർത്താവ് പറഞ്ഞ കാര്യം ഇവർക്ക് മനസ്സിലായില്ല. കുറെ നിയമങ്ങൾ അനുസരിക്കാൻ വേണ്ടിയല്ല മനുഷ്യൻ, മറിച്ച് മനുഷ്യന് വേണ്ടിയാണ് നിയമങ്ങൾ. നിയമങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ആളല്ല മനുഷ്യൻ, മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് നിയമങ്ങൾ. ശ്രദ്ധിച്ചോണേ. അപ്പം പരീശന്മാർ പറഞ്ഞതനുസരിച്ച് നിയമങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് മനുഷ്യൻ, അല്ല മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതല്ല ആണ് നിയമങ്ങൾ എന്നുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഇതാണ് പരീശന്മാർ. ഇവർ കർത്താവിന്റെ കാലമായപ്പോഴത്തേക്ക് ഇവരെ കൊണ്ട് ഉപദ്രവമല്ലാതെ മറ്റൊന്നുമില്ല. ഉപദ്രവം എന്ന് പറഞ്ഞ വേറെ ഒന്നുമില്ല. ഭയങ്കര തിരക്കുള്ള ഒരു റോഡിൽ കൂടെ ആൾക്കാർ ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് പരീശന് പ്രാർത്ഥിക്കേണ്ട സമയമായി. അവിടെ നടക്കുന്നത് നിന്നു, 2 കൈയും മേപ്പോട്ടം പ്രാർത്ഥിക്കുക. റോഡിൽ നടക്കുന്നത് ചില വാഹനങ്ങൾക്ക് പോകണ്ടായോ? മൃഗവാഹനങ്ങളാ, അതുങ്ങൾക്ക് പോകണ്ടായോ? മനുഷ്യന് യാത്ര ചെയ്യണ്ടായോ? റോഡിൽ കൂടെ ട്രാഫിക് മൂവ് ചെയ്യണ്ടായോ? ഇവർക്ക് ഒന്നും പ്രശ്നമില്ല.
അവരുടെ പ്രാർത്ഥന തീരുന്നവരെ കൈ നിറഞ്ഞിരിക്കുക. അവനെ കൊല്ലാമെന്നല്ലാതെ വേറെ ഒരു ഗുണമില്ല. അവനെ കൊല്ലാമെന്നല്ലാതെ വേറെ ഒരു ഗുണമില്ല. അവര് ഈ നിയമം ലംഘിക്കുന്നതുകൊണ്ട് മനുഷ്യൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നവർ ചിന്തിക്കുന്നില്ല. ഈ നിയമം പാലിക്കേണ്ട ആവശ്യമുണ്ടോ എന്നവർ ചിന്തിക്കുന്നില്ല. ഇപ്പൊ നമ്മൾ കുറെ കൂടെ വ്യക്തമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ, എന്റെ മുമ്പത്തെ ഒരു ക്ലാസ് ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ട്, നിങ്ങൾ ഏതായാലും മറന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, വേദപുസ്തകത്തിലെ ചില നിയമങ്ങൾ ചില കാലമാകുമ്പോൾ അത് മാറണം. ആ നിയമം പിന്നെ പാലിക്കാൻ ഒക്കത്തില്ല. അത് ചേഞ്ച് വരുത്തണം, അപ്ഡേറ്റ് ചെയ്യണം. പ്രോബ്ലം ഏത് നിയമം, എന്ന്, എവിടെ, എങ്ങനെ മാറ്റം വരുത്തണം? ഏത് നിയമം, എന്ന് മാറ്റം വരുത്തണം, എവിടെ മാറ്റം വരുത്തണം, എങ്ങനെ മാറ്റം വരുത്തണം? ഇത് തിരിച്ചറിയാൻ കഴിയാത്ത ആളുകളായിരുന്നു പരീശന്മാര്. ഇത് തിരിച്ചറിയാൻ വയ്യാത്ത ഒരു വലിയ കൂട്ടം പരീശന്മാര് നമ്മുടെ ഇടയിൽ കയറിയിട്ടുണ്ട്. മനസ്സിലായോ? വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഏത് നിയമം മാറ്റം വരുത്താവുന്നതാണ്, ഏത് മാറ്റം വരുത്താൻ പാടില്ലാത്തതാണ്. മാറ്റം വരുത്തേണ്ടത് ഏത്, എവിടെ, എപ്പോൾ, എങ്ങനെ, ആര് മാറ്റണം, ഇതിനെപ്പറ്റി യാതൊരു ബോധവുമില്ല. മനസ്സിലായോ? പറഞ്ഞു നടക്കുക. എന്തോ ചെയ്യാമെന്ന് എനിക്കറിയത്തില്ല. ഇതുകൊണ്ട് ഉപദ്രവമല്ലാതെ, ദൈവസഭയ്ക്കും ദൈവജനത്തിനും ഉപദ്രവമല്ലാതെ യാതൊരു ഉപകാരം ഈ കൂട്ടരെ കൊണ്ടില്ല. എന്റെ ഗ്രാൻഡ് ഫാദറിന് മരിച്ചു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഒരു സ്നേഹിതന്റെ ഒരു വീട്ടിൽ വന്നു. അപ്പൊ ഞങ്ങള് ഉച്ചയ്ക്ക് ഊണിന്റെ സമയമുണ്ട്, അപ്പച്ച ഭക്ഷണം കഴിച്ചാട്ടെന്ന് പറഞ്ഞ് ഇച്ചിരി മീൻകറി എടുത്തു വെച്ചു. പുള്ളി അമ്മയെ ഒറ്റച്ചാടി കൊണ്ടുപോകും. ഞാൻ വെച്ചടിച്ചൊരു മീൻകറി കൂട്ടാൻ കൊടുത്തിന് നീ ചാടിക്കുന്നത്. അപ്പൊ ഞാൻ വളരെ ഇതായിട്ട് ചോദിച്ചു, അപ്പച്ച എന്താ അങ്ങനെ? എന്നോട് സോറി, ദൈവത്തിന്റെ സഭ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ കുഞ്ഞാടുകളാണ്, നമ്മൾ ആട്ടിൻകൂട്ടമാണ്. ആടെവിടെ മീൻകറി കഴിക്കുന്നത്? ആടെവിടെ മീൻകറി കഴിക്കുന്നത്? അപ്പൊ എന്റെ മനസ്സിൽ വന്ന, ആടിനാരും തീന്മേശയുടെ അടുത്ത് വെച്ചല്ല ഭക്ഷണം കൊടുക്കുന്ന, കഴുത്തെ കയറ് കെട്ടിട്ട് തുടിച്ചുകൊണ്ട് കെട്ടി. ഇപ്പൊ അപ്പച്ചനെ അങ്ങനെ ചെയ്യരുത്. ആട് പ്രായമുള്ള മനുഷ്യനില്ല, നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. ഞാനൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചേക്കും ബാബുസാറിന്റെ സ്വഭാവം അനുസരിച്ചാണെങ്കിൽ ബാബുസാർ അങ്ങനെ പറയേണ്ടതായിരുന്നു. പോട്ടെ. അപ്പം കുറച്ച് കഴിഞ്ഞ് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഓരോറ്റ ഉപദേശിമാര് സ്വർഗത്തിൽ പോകത്തില്ലെന്ന്. അതെന്തോ? അവ പറഞ്ഞു, നോഹയുടെ പെട്ടകം ദൈവത്തിന്റെ സഭയുടെ സാദൃശ്യമായി. ഈ പെട്ടകം പെടുന്ന ആശാരിമാർ, ഈ ആശാരിമാരും ഇതിനകത്ത് കയറി രക്ഷപ്പെട്ടു. നിങ്ങളെല്ലാം മുങ്ങിച്ചാത്ത. ഇതുപോലെ പെട്ടകത്തിന്റെ പണിക്കാരാണ് ഉപദേശിമാരെന്ന്. ഇവർ ഒരെണ്ണം ഇതിനകത്ത് കയറുകയില്ല. ഇതെല്ലാം ഇവിടെ കിടന്ന് ഇതിനാ പരീക്ഷ വ്യാഖ്യാനം എന്ന് പറയുന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് ഈ കൂട്ടരെ കണ്ടു കഴിഞ്ഞാൽ കലിപ്പ. പരീശന്മാരെ നിങ്ങൾക്ക് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര, നീ ഒരെണ്ണം പോലും ഗുണം പിടിക്കത്തില്ല, എല്ലാം കുടിഞ്ഞു പോകുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് കേട്ടോ. അതുപോലെ ദേഷ്യമാണ് കർത്താവിന്റെ പരീശന്മാരെ. അപ്പം കർത്താവ് എന്തുകൊണ്ടാണ് പരീശന്മാരെ ദേഷ്യപ്പെട്ടെന്നുള്ളത് ഞാനിപ്പം നിങ്ങളോട് പറഞ്ഞു. കാരണം എന്താ? അവരിങ്ങനെ വചനം വ്യാഖ്യാനിക്കുന്നുണ്ട്. അവരുടെ വചന വ്യാഖ്യാനം തെറ്റായിരുന്നു, അവരുടെ ജീവിതം നല്ലതായിരുന്നു, പിന്നെ അവരുടെ ഉപദേശവും നല്ലതായിരുന്നു. പക്ഷെ അവർ സോറി ഐ മേഡ് എ മിസ്റ്റേക്ക്. അവരുടെ ടീച്ചിങ്സ് നല്ലതായിരുന്നു. സോറി, അവരുടെ ടീച്ചിങ് നല്ലതായിരുന്നു, പക്ഷെ അവരുടെ ജീവിതം തെറ്റായിരുന്നു, അവരുടെ ഇന്റർപ്രിട്ടേഷൻ തെറ്റായിരുന്നു. അപ്പൊ കർത്താവ് പറഞ്ഞു, പരീശന്മാര് നിങ്ങളോട് പറയുന്നത് മുഴുവൻ ശരിയാണ്,
ഞങ്ങൾ ചെയ്തോളാം പിടികിട്ടിയോ? ഇങ്ങനത്തെ തലതിരി വ്യാഖ്യാനങ്ങളാണ്. അപ്പം മൂന്നാമത്തെ അപ്ഹീവൽ എന്ന് പറയുന്നത് ദി അപ്ഹീവൽസ് ഓഫ് ദ ഫാരിസീസ് ആയിരുന്നു. അത് പരീശന്മാരും കർത്താവും നമ്മൾ ഓരോ സംഭാഷണം വരുമ്പം ഞാൻ അതിന്റെ ഓരോ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഇനി നാലാമത്തെ അപ്ഹീവൽസ് എന്ന് പറയുന്നത് ദി അപ്ഹീവൽസ് ഓഫ് ദി സാദുസീസ് ആണ്. ദി അപ്ഹീവൽസ് ഓഫ് ദ സാദുസീസ്. ഞാൻ ഇതും പറഞ്ഞിട്ട് ഈ 9 പോയിന്റും തീർത്തിട്ട് പലസ്തീൻ നാടിന്റെ ടോപ്പോഗ്രഫിയോടെ പറയാനാണ് ഇരുന്നത്. നടക്കുന്ന ലക്ഷണമില്ല. അതുകൊണ്ട് കർത്താവ് അനുവദിച്ചാൽ ഇതിന്റെ ബാക്കി കാര്യം പലസ്തീൻ നാടിന്റെ the topography of the land of Palestine, the topography of the land of Palestine. ഈ ബാക്കി പറഞ്ഞിട്ട് പലസ്തീന്റെ ടോപ്പോഗ്രഫി കർത്താവ് അനുവദിച്ചാൽ ഈ ശനിയാഴ്ച നമുക്ക് പഠിക്കാം. നിങ്ങൾ എല്ലാവരും ശ്രദ്ധയോടുകൂടി 6 മണിക്ക് തന്നെ ക്ലാസ്, 6 മണിക്കല്ല 6 മണിക്ക് തന്നെ വരണം. കാര്യം ബെന്നിസാറിന്റെ ഗാന ശുശ്രൂഷ ഒരു കാരണവശാലും മുടക്കരുത്. എനിക്കതിൽ ഒരു ലൈൻ മിസ്സായാലും എനിക്ക് സങ്കടമാണ്. അതുകൊണ്ട് വരണം, അനുഗ്രഹിക്കപ്പെട്ട ആ ശുശ്രൂഷയിൽ പങ്കെടുക്കണം. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദ്യം അയച്ചു തന്ന ആളുകൾക്ക് മുന്നോട്ട് വന്ന് അവരവരുടെ ചോദ്യങ്ങൾ ഉറക്കെ വായിക്കാം. അവരെ 1-2 സെന്റൻസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് എനിക്ക് മറുപടി അറിയാമെങ്കിൽ പറഞ്ഞുതരാം. ഇല്ലെങ്കിൽ എന്തോ ചെയ്യാൻ പറ്റും. ഞാൻ ഏതായാലും സർവ്വവിജ്ഞാനകോശമല്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ആട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. പ്രിയ ബാബു സാറിനുള്ളതായ നന്ദി അറിയിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സെഷൻ കൂടി ഇന്ന് നമുക്ക് ലഭിക്കുവാനിടയായി തീർന്നല്ലോ. ദ മിലിയ ഓഫ് ദ ഗോസ്പൽ, ഈ വിഷയത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ് ഇന്ന് നമ്മുടെ മുൻപാകെ നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്നതായ പരിമിതമായ സമയത്തിനുള്ളിൽ വളരെ ശക്തമായ ഒരു സ്റ്റഡിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ ദാസനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിഷയത്തോടുള്ള ബന്ധത്തിലും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായതായ സംശയങ്ങളും ദൂരീകരിക്കുന്നതിന് അല്പസമയങ്ങൾ വേർതിരിക്കുന്നു. ചോദ്യങ്ങൾ, സംശയങ്ങൾ ഉള്ള പ്രിയപ്പെട്ടവർ ദയവായി നിങ്ങൾ ഇതിനകത്ത് ഹാൻഡ് സിമ്പൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് പ്രയോറിറ്റി ലഭിക്കുകയും നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും. അതിനായിട്ട് എല്ലാവരെയും ക്ഷണിച്ചുകൊള്ളും. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദയവായി റിയാക്ഷൻ സിമ്പിൾസ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. മാത്യു ലെസ്ലി എന്ന് പറഞ്ഞ കർത്താൻ ദാസിന് സംശയത്തിൽ ചോദിക്കുന്നതിനായിട്ട് കടന്നു വന്നിട്ടുണ്ട്. കർത്താൻ ദാസിനെ ക്ഷണിക്കുന്നു. ഞാൻ പഞ്ചാബിൽ നിന്ന് പാസ്റ്റർ ലെസ്ലിയാണ് സംസാരിക്കുന്നത്. ഇപ്പൊ സാറ് പറഞ്ഞ കൂട്ടത്തില് നേരത്തെ ഒരു പ്രാവശ്യം പറഞ്ഞായിരുന്നു, ഇങ്ങനെ മാറ്റുന്ന പല നിയമങ്ങളുണ്ട്, മാറ്റപ്പെടാത്ത നിയമങ്ങളും മാറ്റപ്പെടാത്തതായിട്ടുള്ള നിയമങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ സാർ. ഇപ്പൊ അതൊന്ന് എങ്ങനെയാ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കിട്ടിയായിരുന്നെങ്കിൽ. ഞാൻ അന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു, നമ്മൾ ആ ന്യായപ്രമാണത്തിന്റെ 4 നിയമങ്ങളുണ്ട്. ആ 4 നിയമങ്ങളാണ് ഹോൾ ബൈബിൾ പോകുന്നത്. അതെ, ആ 4 നിയമങ്ങളെ പറ്റിയുള്ള ക്ലാസ്സുകൾ നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ല. ആ 4 നിയമങ്ങളെ പറ്റിയ ക്ലാസ് നമുക്ക് ഇപ്പൊ നമ്മുടെ ഈ സീരീസിൽ ഒരിടത്ത് എടുത്തേ ഒക്കത്തുള്ളൂ. കാരണം ഫുൾ ബൈബിൾ കവർ ചെയ്യില്ല. ശരി, അത് വരുന്നുണ്ട്. അത് ഓരോന്ന് എടുത്ത് ഇന്നിപ്പോ 4 യഹൂദന്മാരെ പറ്റി പറഞ്ഞതുപോലെ അത് ഓരോന്നും. ഓക്കെ, താങ്ക് യു. മറ്റാർക്കും സംശയമില്ല എന്ന് വിശ്വസിക്കുന്നു. ആരും തന്നെ ഹാൻഡ് റൈസ് സിമ്പൽ കാണിച്ചിട്ടില്ല. ബിബിൻ തോമസ്. ഹലോ സാറേ, പ്രൈസ് ലോർഡ്. ഞാൻ ബിബിനാണ് കട്ടപ്പനയെന്ന്. എന്റെ സംശയം എന്ന് പറയുന്നത്, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതില് ഒരു സംഭവത്തെ പറ്റി പറയുന്നുണ്ട്. യെരുശലേമിന്റെ ആട്ടുവാതിക്കൽ ബെഥേസ്ദ എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. അതിന് 5 മണ്ഡപമുണ്ട്. അപ്പം ഇങ്ങനെ ഒരു സംഭവം അതിന് മുമ്പോ അതിനുശേഷം എന്ന് രേഖപ്പെടുത്തിയായിട്ട് ഇങ്ങനെ കാണുന്നില്ല. അപ്പം അത് ഏത് കാലഘട്ടം തൊട്ടായിരുന്നു അങ്ങനെ ആക്റ്റീവായി നിന്നിരുന്നത്? അത് ഏത് കാലഘട്ടം വരെ അങ്ങനെ ഉണ്ടായിരുന്നു? നമ്മളിപ്പം മലാക്കി മുതൽ മത്തായി വരെയുള്ള സംഭവങ്ങൾ ഓരോന്നോരോന്ന് നമ്മൾ പറയാം. നമ്മൾ കർത്താവിനോട് നടക്കാൻ പോകില്ലേ? കർത്താവ് ആട്ടുവാതിൽക്ക് വരുമ്പോൾ നമ്മളും വരത്തില്ല. ബെഥേസ്ദ കുളത്തിന്റെ അവിടെ വരുമ്പോൾ നമ്മളും വരത്തില്ല. അന്നേരം പറയാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ.
ഓക്കെ, അതിപ്പോ താങ്ക് യു. ഇപ്പൊ പറഞ്ഞു ഓക്കെ, കഴിഞ്ഞാൽ താങ്ക് യു. സീക്വൻസ് അങ്ങ് പോയില്ലേ. അടുത്ത Okay. സംശയം ചോദിക്കുന്നത് കർത്താൻദാസൻ VJ വർഗീസ് പാസ്റ്റർ. പാസ്റ്റർ, ഞാൻ വർഗീസ് വിജയാണ്. സ്തോത്രം സ്തോത്രം. സ്തോത്രം. എനിക്ക് പഴയ ഒരു സംശയം ഒറ്റ വാക്കിന്റെ ഉണ്ട്, അത് ഞാൻ ചോദിക്കാം. സാർ അന്ന് പറഞ്ഞു ഈ ഒട്ടകവും പായ്ക്കപ്പലിന്റെ കയറും തമ്മിലുള്ള ഒരു വാക്ക് ഞാനന്ന് കുറിച്ചിട്ടിരുന്ന, ഇപ്പൊ അത് കാണുന്നില്ല. ആ വാക്ക് ഒന്നിനൊരു ദീർഘമുണ്ടെന്നോ അല്ലെന്ന് പറഞ്ഞു. ഒന്നറിയണം. പിന്നെ ഇന്നത്തെ ഒരു ചോദ്യമുണ്ട്. ഇന്നത്തെ ചോദ്യം, സാർ വീടിന്റെ ഘടനയെ കുറിച്ച് പറഞ്ഞു. 4 പേർ കൂടി വന്ന ഒരു പക്ഷപാതക്കാരനെ കയറ് കെട്ടിറക്കുമ്പോൾ വീടിന്റെ ഫാഷനെ ആ സ്ട്രക്ചർ മനസ്സിലാക്കാതെ അത് മനസ്സിലാകില്ലെന്ന് പറഞ്ഞു. അതൊന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. വിശദീകരിക്കാൻ ഒരു ചെറിയ സ്ട്രക്ചർ പറഞ്ഞാൽ മതി. അത് ഒരു ചെറിയ സ്ട്രക്ചർ അല്ല, നമുക്ക് ഫുൾ സ്ട്രക്ചർ പറയാം. നമുക്ക് അതിനുവേണ്ടി അവിടെ വരെ പോകണ്ടായോ? കവർന്ന് പോകണ്ടായോ? ഓക്കെ, അത് മതി. നമ്മള് ബേത്ത്ലേഹേമിൽ പോലും വന്നില്ല ഇതുവരെ. ബേത്ത്ലേഹേമിന്റെ മൗണ്ട് ഒലിവ. അപ്പൊ നമ്മൾ കവർന്ന് പോകും. പക്ഷപാതക്കാരൻ്റെ അടുത്ത് നമ്മൾ എത്തിയില്ല. ഓ ഇല്ല, ഇനി നമുക്ക് ഒത്തിരി മൈൽ കിടക്കുന്നു. കവർന്ന് പോയി ചെല്ലണ്ട. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ വീടുകൾ കാണുന്നു. ഒട്ടകത്തിന്റെയും പായ്ക്കപ്പലിന്റെ വാക്ക്, ഒട്ടകത്തിന്റെ ഗമാലും ഗമ്മലും. ഗമാൽ എന്ന് പറഞ്ഞാൽ ഒട്ടകമെന്നാണ്. ഗമ്മൽ എന്ന് പറഞ്ഞാൽ കയറെന്ന്. ഒരു ചെറിയ വ്യത്യാസമാണ്. താങ്ക് യു. അത് മതി. ഓക്കെ, താങ്ക് യു. വെൽക്കം. പാസ്റ്റർ കെ ജോൺ ഷാർജ. സ്തോത്രം. പാസ്റ്റർ, എനിക്ക് ചെറിയൊരു ക്ലാരിഫിക്കേഷൻ ആയിരുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് നിത്യതയിൽ ഉണ്ടായിരുന്നതായ പേര്, അതിന്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഒന്ന് കിട്ടിയാൽ വളരെ നല്ലതായിരുന്നു. ദവാർ എന്ന് പറയുന്ന യേശു ക്രിസ്തുവിന് മറ്റൊരു പേരെന്ന് പറഞ്ഞായിരുന്നു, യാഹുവേ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിൽ ജനിക്കാൻ നേരത്ത് തനിക്ക് യാഹശുവ എന്ന് പേരിടണമെന്ന് പിതാവ് തന്റെ ഭൂമിയിലെ അപ്പനായ യോസെഫിനോട് പറഞ്ഞു. പക്ഷെ നിത്യയിലെ പേരെന്തുവായിരുന്നു? നിത്യയിലെ പേര് വെളിപ്പാടിൽ പ്രാപിച്ച യോഹന്നാൻ പറഞ്ഞു, ബറശീത്ത് ഹയാത്ത് ഹദവാർ, ആദിയിൽ ഹദവാർ ഉണ്ടായിരുന്നു. അതിന് 4 അർത്ഥം ഞാന് നമ്മുടെ വേറൊരു ക്ലാസ്സിൽ പറഞ്ഞു. യാഹശുവ എന്നുള്ളതിന്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷന് മലയാളത്തിൽ അത് എങ്ങനെ വരുമെന്നൊന്ന് ക്ലിയർ ആക്കി തരാമോ? ലാസ്റ്റ് എനിക്ക് ഒരു ടിപ്പ് തന്നില്ലേ? അതെ, ഒരു ടെസ്റ്റ് അയച്ചില്ല. അതിൽ 4ാമത്തെ ലാസ്റ്റിലെ. ലാസ്റ്റിലെയാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. സ്പെല്ലിംഗ് എന്ന് പറയാമോ ഇംഗ്ലീഷിലെ? എന്തോ ഈ യാഹുഷ്വ എന്നുള്ളതിന് ഇംഗ്ലീഷിലെ സ്പെല്ലിംഗ് ആൽഫബറ്റ് എന്ന് പറയാമോ? നമുക്ക് ഇംഗ്ലീഷിൽ അതിന് ഫിക്സ്ഡ് സ്പെല്ലിംഗ് ഇല്ല. കാരണം ഇതൊന്നും ഇംഗ്ലീഷ് ഭാഷയ്ക്ക് സ്പെൽ ചെയ്യാൻ കഴിയുന്ന വാക്കുകളല്ല. YEHSUA എന്നാണ് ഇംഗ്ലീഷിൽ അതിന്റെ റിസീവ്ഡ് സ്പെല്ലിംഗ്. പക്ഷെ ആ സ്പെല്ലിംഗ് അനുസരിച്ച് പ്രൊനൗൺസ് ചെയ്താൽ യശുവ എന്ന് വരത്തുള്ളൂ. അത് തെറ്റായി ഉച്ചാരണം. മിക്കവാറും ഹീബ്രു വേർഡ്സിന് ഇംഗ്ലീഷ് സ്പെല്ലിംഗ് അനുസരിച്ച് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റില്ല. ഈ കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ അയച്ചു തന്നവരുണ്ടല്ലോ, അവരാരും ഇല്ലേ ഇവിടെ? അവരുണ്ടെങ്കിൽ അവർക്ക് ആ ക്വസ്റ്റ്യൻ വായിക്കാം. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ അയച്ചു തന്നാളുണ്ടെങ്കിൽ ചോദിച്ചാട്ടെ. ഞാൻ തെലങ്കാനയിൽ നിന്നും പാസ്റ്റർ മാത്യൂസ് പറയാണ്. തെലങ്കാനയിൽ നിന്നു? അതെ. എന്റെ കർത്താവ്, അത് ഒരുപാട് അപ്പുറത്തല്ലയോ? ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്ന ഇസ്രായേൽ മക്കൾ 5 പ്രാവശ്യം വർഷത്തില് 5 പ്രാവശ്യം യെരുശലേമിൽ പറഞ്ഞു വരുന്നത്. അത് ഏതൊക്കെ സന്ദർഭങ്ങളായിരുന്നു?
പെസക പെരുന്നാള്, പുളിപ്പില്ലാത്തപ്പത്തിന്റെ പെരുന്നാള്, ആദ്യ ഫലക്കറ്റ നീരാജനം ചെയ്യുന്ന പെരുന്നാള്, പിന്നെ പെന്തക്കോസ് പെരുന്നാള്, കൂടാര പെരുന്നാള്. ഇത് കൂടാതെ ഫെസ്റ്റിവൽ ഓഫ് ഡെഡിക്കേഷനും ഫെസ്റ്റിവൽ ഓഫ് ദ വുഡ്സ്, സമർപ്പണ പെരുന്നാളും, പിന്നെ വുഡ്സ് വിറവ് കൊണ്ടുവരുന്ന പെരുന്നാളും 7 എണ്ണം ഉണ്ട്. ഇതിൽ 5 എണ്ണത്തിലെങ്കിലും വരണം. ഈ 5ലും വന്നാൻ ഒത്തില്ലെങ്കിലും പെസഹായുടെ അന്ന് മിസ്സായോ ജോസഫ് പാല. ചോദിച്ചാട്ടെ. അൺമ്യൂട്ട് ചെയ്യാൻ. പാസ്റ്റർ ഇന്ന് പറഞ്ഞ വചനം, ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ പീഠത്തിൽ ഇരിക്കുന്നു. കേൾക്കാമോ? കേൾക്കാം. ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ പീഠത്തിൽ ഇരിക്കുന്നു. ആകയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ച് ചെയ്യുവിൻ, അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്യരുത് താനും. അപ്പോൾ അവരെന്താണ് ഈ പറയുന്നത്? ഈ വചനം വ്യാഖ്യാനിക്കുകയാണോ ചെയ്യുന്നത്? അവരായിരുന്നു വലിയ വചനത്തിന്റെ പഠിപ്പീരുകാര്, ശാസ്ത്രിമാരും പരീക്ഷന്മാരും അല്ലോ. ഞാൻ ശാസ്ത്രിമാരെ പറ്റി പറഞ്ഞില്ല, അവരെങ്ങനെ നിലവിൽ വന്നെന്നും അവരുടെ പണി എന്താന്ന് പറഞ്ഞില്ല. അടുത്ത ക്ലാസ് നമുക്ക് ശാസ്ത്രിമാരെ പറ്റി പറയുന്നു. അപ്പൊ അതിന്റെ പൂർണ്ണത കൊണ്ട് ഇപ്പൊ ഞാൻ ചോദിച്ചതിന് മറുപടി പറയട്ടെ. അവര് എങ്ങനെ വചനപ്രകാരം ജീവിക്കണമെന്ന് പഠിപ്പിക്കുക. നല്ലതാ, വചനപ്രകാരം നിങ്ങൾ ജീവിച്ചോ. പക്ഷെ അവര് കാണിക്കുന്നുണ്ട്, കുറെ കടുത്ത കയ്യ. അങ്ങനെ ചെയ്യരുത്. അപ്പൊ അവരുടെ ജീവിതത്തെ നമ്മൾ നോക്കരുതെന്നാ പറയുന്നത്. അവരുടെ ജീവിതത്തെ നോക്കാൻ പറ്റത്തില്ല. എന്താണെന്നറിയാമോ? അവര് വിധവമാരുടെ വീടുകളെ വിഴുങ്ങുകയും രൂപയുടെ ദീർഘമായി പ്രാർത്ഥിക്കുകയും. മനസ്സിലായി? വിധവമാരുടെ വീടുകളെ വിഴുങ്ങുകയും ചെയ്യും, രൂപയുടെ ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യും. അടിച്ചു മാറ്റില്ല. ഞാൻ അവർ ചെയ്യുന്ന കൊലരാളികളെ പറ്റി നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. പലപ്പോഴും അത്ര സഭ്യമായ കാര്യങ്ങളല്ല അവർ ചെയ്തിരുന്നത്. പക്ഷെ നമുക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം എനിക്ക് ഗോസ്പൽ നിങ്ങൾക്ക് അതുപോലെ റിവീൽ ചെയ്ത നിങ്ങൾ പ്രസംഗിക്കേണ്ടത്, പഠിപ്പിക്കേണ്ടതാ. അപ്പം ആ ഇഷ്ടന്റ് വരുമ്പോൾ ഞാനിതെല്ലാം പൊളിച്ച് പറഞ്ഞു നോക്കുന്നു. അടുത്ത ക്ലാസ്സിലുണ്ടോ? എല്ലാ ദിവസവും നമുക്ക് ഒരു ദിവസം കൊണ്ട് നമുക്കെല്ലാം പറഞ്ഞു തീർക്കാൻ പറ്റും. വെൽക്കം വെൽക്കം. മറ്റാർക്കും സംശയങ്ങളില്ല എന്ന് വിശ്വസിക്കുന്നു. ബിജോയ് തോമസ്. സാറേ, ഞാൻ ബിജോയ് ആണ്, കട്ടപ്പനന്ന്. നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് വീഡിയോ ഓൺ ആക്കാത്തത്. സൂക്ഷിച്ച് നടക്കണം. പിച്ചാത്തി കൊണ്ടൊക്കെയാണ് ആളുകൾ ഇറങ്ങിയിരിക്കുന്നത്. ഓക്കെ സാറേ. സാറേ, എന്റെ ചോദ്യം, നമ്മൾ പഴയ നിയമത്തിലെ ഏറ്റവും ലാസ്റ്റ് എഴുതിയ പുസ്തകം അല്ലെ സംഭവം എന്താണ്? എന്ത് സംഭവത്തോടാണ് ഈ വർഷം അനുസരിച്ച് നോക്കുമ്പോൾ ലാസ്റ്റ് ഉള്ള സംഭവം? അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗത്തിലൊരു ദിവസം പറയുന്നത് ഈ ഡാർക്ക് ഏജ്, പഴയ നിയമത്തിൽ ഏറ്റവും ലാസ്റ്റ് എഴുതപ്പെട്ട പുസ്തകം അല്ലെ ഏതാണ്? ഏത് സംഭവത്തോടെയാണ് പഴയ നിയമം അവസാനിക്കുന്നതാണ് പുസ്തകം? മലാഖിയുടെ പ്രവചനം എഴുതപ്പെട്ടതും അത് തന്നെയാണ്. അതെ, മലാഖിയാണ് എഴുതപ്പെട്ട അവസാനത്തെ പുസ്തകം. ഓക്കെ. അത് സാർ, ഒരു ചെറിയ സംശയം കൂടെ. കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗത്തിൽ കേട്ടതാണ്. അത് ദാനിയേൽ ഈ ഡാർക്ക് ഏജസ് വരെ ജീവിച്ചിരുന്നു. BC 500 തൊട്ട് 424 വരെ ജീവിച്ചിരുന്നു. പേർഷ്യ രാജാവ് ദാരിയാവേശിന്റെ കാലം വരെ ജീവിച്ചു. അതായത് 200 വർഷത്തോളം വരും. അത്ര ആയുസുള്ള ഒരു മനുഷ്യന് മോശം കഴിഞ്ഞാൽ ദാനിയേലാണെന്നൊക്കെ കിട്ടും. അത് ഒന്ന് വിശദമാക്കാം. സത്യമാണോ അത്? നമുക്ക്
T.W. Perkisher എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിയൻ ഉണ്ട്. T.W. Perkisher. അദ്ദേഹമാണ് ആ കാലഘട്ടത്തിലെ ചരിത്രം ഏറ്റവും ഭംഗിയായിട്ട് എഴുതിയത്. കെയ്ലൻ എളിച്ചു കഴിഞ്ഞാൽ അത്രയും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന വേറെ ആരുമില്ല. ഈ പെർക്കിഷറിന്റെ ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസ് നമ്മൾ വായിക്കുമ്പോൾ 200 വർഷമൊന്നും ദാനിയേൽ ജീവിച്ചിരുന്നതായിട്ട് ഒരു തെളിവുമില്ല. പക്ഷേ ഞാൻ മുമ്പേ ഒരു കാര്യം പറഞ്ഞല്ലോ, യഹൂദന്മാർ അന്ധവിശ്വാസം ഇങ്ങനെ ഒരുപാട് അന്ധവിശ്വാസങ്ങളിലും ദുഷ്പ്രചരണങ്ങളും കൊണ്ട് നിറഞ്ഞൊരു കമ്മ്യൂണിറ്റി ആയിരുന്നു അവർ അന്നും ഇന്നും. അതിൽ നിന്നുള്ള പല കാര്യങ്ങൾ കേട്ട് നമ്മളുടെ ആച്ചാമ്മ ഒരുപാട് പേര് കാച്ചിക്കളയും, വെച്ച പിടിച്ചം കാച്ചിക്കളയും. അതിനൊന്നും ചരിത്രപരമായ തെളിവുകളില്ല. 200 കൊല്ലമൊന്നും ദാനിയേൽ ജീവിച്ചിരുന്നത്. കാരണം നമ്മളിപ്പോ ഒരു കാര്യം പറയുമ്പോഴാണ് നമുക്കത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി, ഇതെന്ന് പറഞ്ഞാൽ ചരിത്രാതീത കാലത്ത് നടന്നതല്ല. ചരിത്രം എഴുതാനൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് എഴുത്തും വായനയും നിലവില്ലാത്ത ആ കാലത്തുള്ള കാര്യമൊന്നും അല്ല ഇത്. ഇതൊക്കെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ്. 2000 ഓഡ് ഇയേഴ്സ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ്. അതിനെപ്പറ്റി ഇങ്ങനൊക്കെ വളച്ചൊടിക്കുന്ന എന്തൊരു കഷ്ടമാണ്. പറയുമ്പോ നിങ്ങൾ കാച്ച ഹിസ്റ്റോറിക്കലി സബ്സ്റ്റാൻഷ്യൽ. പറയുന്ന ദാരിയാവേശ് രാജാവ് ആ കാലം വരെ ഉണ്ടായിരുന്നെന്ന് പറയാം, പാർസി രാജാവായ ദാരിയാവേശ്. നെബൂഖദ്നേസർ അത്ര ആ രാജാവിന്റെ അത്രത്തോളം കാലം വരുമ്പോ 200 വർഷം ഉണ്ടെന്നാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നെബൂഖദ്നേസർ, ബെൽഷസ്സർ എല്ലാം കഴിഞ്ഞ് പിന്നെ കോരശ് അങ്ങനെ പറഞ്ഞോട്ടെ. But there is no evidence to substantiate that he lived up to 200 years. കേട്ടോ, there is no evidence to substantiate. അത് എനിക്ക് പറയാൻ പറ്റും. ഡാനിയലിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഡാനിയലിന്റെ കാലഘട്ടത്തിലാണ് ആദമിന്റെ കൂടെ ജനിച്ച ഒരു ഭാര്യ, ലില്ലിത്ത് എന്ന് പറയുന്ന ഒരു ഭാര്യ ആദമനുണ്ടായിരുന്നത്. ഡാനിയലിന്റെ കാലഘട്ടത്തിലാണ് പുസ്തകത്തിൽ നിന്ന് മാറ്റിയത് ഞാൻ വായിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് വല്ല അറിവുണ്ടോ? ആരുടെ ഭാര്യ? ആദമിന് ഹവ്വയെ അല്ലാതെ ആദ്യം തന്റെ കൂടെ ജനിച്ച ലില്ലിത്ത്, അവൻ ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചെന്ന് പറയുന്നത് ലില്ലിത്ത് എന്നൊരു ഭാര്യ ഉണ്ടായിരുന്നെന്നും അത് ഡാനിയലിന്റെ കാലഘട്ടം വരെ അത് ബൈബിളിലുണ്ട്, ഈ തോറയിൽ ഉണ്ടായിരുന്നെന്നും ഡാനിയലിന്റെ കാലഘട്ടത്തിലാണ് അത് മാറ്റിയതെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. എവിടെ വായിച്ചത്? ഒരു പ്രശ്നം ഞാനത് ഗൂഗിളിലൂടെ കണ്ടിട്ടുണ്ട്. ലില്ലിത്ത് എന്നൊരു ഭാര്യ ഉണ്ടായിരുന്നു. അവരും ആദവുമായി തെറ്റി, അതിനുശേഷം അവളെ വേർപെട്ട് പോയെന്നും രണ്ടാമതായി ദൈവം ഈവനെ അവയെ ഉണ്ടാക്കി കൊടുത്തു എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അത് ഗൂഗിളിൽ ഞാൻ സെർച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. കർത്താവ് കൊണ്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പിതാവിന്റെ അടുത്ത് കയറിപ്പോകൊണ്ട് ഞാൻ ചെയ്തതിനൊക്കെ കൂടുതൽ കാര്യം നിങ്ങൾ ചെയ്യും. ഈ ഗൂഗിളിന്റെ ഒരു പ്രത്യേകത, ആർക്കും എന്തും അതിനെ തിരിച്ചിടാം. അതിനൊരു അക്കൗണ്ടബിലിറ്റി ഇല്ല. ഇറ്റ് ഹാസ് നോ അക്കൗണ്ടബിലിറ്റി. എനിക്ക് എൻ്റെ ഒരു ധാരണ, ഞാൻ ഈ വേദപുസ്തകം പഠിപ്പിക്കുന്നതിന് വേണ്ടി കുറെ കൂടെ പുറകിൽ പോയി തൽമൂദുകളൊക്കെ റെഫർ ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എൻ്റെ ഒരുപാട് റെഫറൻസുകളും തൽമൂദ് ബേസ്ഡ് ആണല്ലോ. ഈ 4 തൽമൂദുകളിൽ നമുക്കിത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ എവിഡൻസ് ഇല്ല. 4 തൽമൂദുകളിൽ നമുക്ക് ഇത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ എവിഡൻസ് ഇല്ല. വി ഡോണ്ട് ഹാവ്. ഇനിയും ക്രിയേഷന്റെ ഓരോ വാക്കുകൾ എടുത്ത് നമ്മൾ പഠിച്ചാൽ, there is zero evidence for it. അത് ഞാൻ ആ ഭാഗം നമ്മൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ, ഉൽപ്പത്തിയൊക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഉൽപ്പത്തി പുസ്തകത്തിന്റെ ഹിസ്റ്റോറിക്കൽ ആൻഡ് എക്സിസ്റ്റൻഷ്യൽ റീസൺ ഒക്കെ വരുന്നുണ്ട്. അന്നേരം ഞാൻ ആ കാര്യം പറഞ്ഞുതരാം. ഇതിനൊന്നും നമുക്ക് ജെന്യുവിനായിട്ട് മറുപടി പറയാൻ കഴിയുന്ന ചോദ്യങ്ങളല്ല. ഓക്കെ, താങ്ക് യു. സ്പെല്ലിംഗ് വരെ പറയുന്നുണ്ട്. LILITH.
ആർക്കും എന്തും പറയാമല്ലോ, ആർക്കും എന്തും പറഞ്ഞു പിടിപ്പിക്കാം. അതുകൊണ്ട് എന്താ കാര്യം? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഓർക്കുന്നില്ലയോ, 1985 മരിച്ചുപോയ എന്റെ ഗ്രാൻഡ് ഫാദറിനെ പറ്റി ഗൂഗിളിൽ ഓരോരുത്തന്മാർ എഴുതിയിട്ടിരിക്കുന്നത്. അപ്പച്ചനോട്ട് ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ. അപ്പച്ചൻ എഴുതിയ 56 പുസ്തകങ്ങൾ, ഒരു നെയ്യാറ്റിക്കര പാട്ടുകൾ, ഒരു നെയ്യാറ്റിങ്കരക്കാരൻ അവന്റെ പാട്ടാണെന്ന് പറഞ്ഞു കൊടുത്തിരിക്കുക. 85 നടന്ന സംഭവമാണ് വേട്ടവല ഫിലിപ്പോസ് സൂചന മരണം. എങ്ങനെ ഫാദറിന്റെ കാര്യം അതൊന്ന് തെറ്റാണെന്ന് അങ്ങനെ അല്ലെന്ന് സാറിന് റീറൈറ്റ് ചെയ്തുകൂടെ? ഞാൻ ശ്രമിക്കുന്നുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ ഞാൻ ആ കാര്യം ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആയിരക്കണക്കിന് വർഷം മുമ്പുള്ള കാര്യങ്ങളെ പറ്റി എന്തെല്ലാം കാര്യങ്ങൾ വേർഷൻസ് ഇറക്കുന്നത് ഇതുവല്ല ശരിയാണോ? നമുക്ക് അതിനെ ഒന്നും മുറുകെ പിടിച്ചോണ്ടൊന്നും കാര്യം ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ഷാരൻ, ഞാൻ ഷാരനെ ഇങ്ങനെ അന്വേഷിക്കുകയായിരുന്നു. ഹലോ പാസ്റ്റർ, പ്രൈസ് ദി ലോർഡ്. ഞാൻ വീഡിയോ ഓൺ ആക്കുന്നില്ല, കാരണം ഞങ്ങളുടെ നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ. ഷാരൻ, നമ്മള് കഴിഞ്ഞ ദിവസം സംസാരിച്ചൊരു കാര്യത്തെ പറ്റി ഷാരനോട് മറുപടി പറയാന്ന് പറഞ്ഞായിരുന്നല്ലോ. അതൊരു ഭയങ്കര ആശയക്കുഴപ്പമുള്ള ഒരു സംഗതിയാണേ. അപ്പം നിങ്ങൾ ആരുടെ പാപം ക്ഷമിച്ചാലും അവർക്ക് ക്ഷമിച്ചിരിക്കും, ആർക്ക് നിർത്തിയാലും അവർക്ക് നിന്നിരിക്കും എന്നുള്ളത് ഓർക്കുന്നില്ലയോ? അതെ. അത് അതിഭയങ്കരമായ പ്രശ്നമുള്ള ഒരു കാര്യമാണ് കേട്ടോണേ. ഒന്നാമത് അതിന്റെ ഒറിജിനൽ ഹീബ്രു സ്ക്രിപ്റ്റ് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞല്ലോ, നിങ്ങൾ ആരുടെ പാപം സ്റ്റോപ്പ് ചെയ്യുന്നു അവർ പിന്നെ ആ പാപം ചെയ്യത്തില്ലെന്ന്. പക്ഷെ അങ്ങനെ അല്ല ഇംഗ്ലീഷ് പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലീഷ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ആർക്ക് ക്ഷമിക്കുന്നില്ലയോ അവർക്ക് ആ ക്ഷമ കിട്ടത്തില്ലെന്നാണ്. ഇവിടെ 2 പ്രോബ്ലം ഉണ്ട്. ഒന്നാമത്തെ പ്രോബ്ലം, ഈ അൺകണ്ടീഷണൽ ഫൊർഗിവ്നെസ് എന്നുള്ളത് വേദപുസ്തകത്തിന്റെ സെൻട്രൽ തീമാണ്, യേശുക്രിസ്തുവിന്റെ കാര്യം. ക്രൂശിൽ വെച്ച് അൺകണ്ടീഷണലാണ് കാലിൽ ആണിയടിക്കുന്നവരോട് ക്ഷമിക്കണം പിതാവിനോട് പറയുന്നത്. ക്ഷമിക്കരുതേ എന്നൊരു വേർഡ് പറയാൻ കർത്താവ് തയ്യാറായില്ല. അങ്ങനൊരു വേർഡ് പറയാൻ ശിഷ്യന്മാരെയോ ദൈവമക്കളെയോ കർത്താവ് പ്രേരിപ്പിക്കത്തില്ല, പഠിപ്പിക്കത്തില്ല. അത് യേശുക്രിസ്തുവിന്റെ സെൻട്രൽ മെയിൻ ടീച്ചിങ്ങിന് അഗൻസ്റ്റ് ആണ്. പക്ഷെ എന്തുകൊണ്ടോ നമുക്ക് പറ്റിയ പ്രോബ്ലം എന്നറിയാമോ, നമ്മളത് ഗ്രീക്കിൽ നിന്ന് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പം നമുക്ക് കിട്ടിയ റോങ് വേർഷൻ ആണത്. ഈ ഗ്രീക്കിലോട്ട് വരുന്നതിന് വേണ്ടി ഹീബ്രുവിലുള്ള പ്രോബ്ലം എന്ന് പറയുമ്പോൾ അതില് ഒരുപാട് എന്താ പറയുന്നത്, ഒരു കാര്യം തന്നെ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നത്. മൾട്ടി ഫെസേറ്റഡ് ആണ് ഹീബ്രു ലാംഗ്വേജ്, മൾട്ടി ഫെസേറ്റഡ് ആണ്. അപ്പൊ ഈ മൾട്ടി ഫെസേറ്റഡ് ആകുമ്പോൾ ഈ കോണ്ടെക്സ്റ്റിൽ ഏത് മീനിങ് ആണ് റിലവന്റ് ആകുന്നത് എന്ന് പറഞ്ഞെടുക്കണം. മുമ്പ് ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടോ, ഒരു വേർഡിന് സർഫസ് ലെവൽ 4 അർത്ഥവും ഡീപ്പർ ലെവൽ 7 അർത്ഥം ഉണ്ടെന്നുള്ളത്. അതില് ചില മീനിങ്സ് കോൺട്രഡിക്റ്ററി വച്ച പണ്ണതാണ്, ഒന്നിന് നേരെ കോൺട്രഡിക്ടറി മറ്റേത്. അപ്പം ഇത് വളരെ 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 ആശയക്കുഴപ്പമുണ്ടാക്കുന്ന വളരെ കൺഫ്യൂസിങ് ഒരു കാര്യമാണ്. നിങ്ങൾ ആർക്കോടെങ്കിലും ക്ഷമിച്ചില്ലെങ്കിൽ അവൻ ഒരിക്കലും ക്ഷമ കിട്ടത്തില്ല എന്നുള്ളത് കർത്താവ് പറഞ്ഞതല്ല, കർത്താവ് അങ്ങനെ പറയത്തുമില്ല. അത് ബൈബിളിന്റെ മെയിൻ ടീച്ചിങ്ങിനും എസ്പെഷ്യലി ന്യൂ ടെസ്റ്റ്മെന്റിന്റെ ഗോസ്പലിന്റെ ഡോക്ടറിനും എഗൻസ്റ്റ് ആണ്. അതൊരു സീരിയസ് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ഹീബ്രു സ്ക്രിപ്റ്റ് ആണ്. പക്ഷേ അത് ഹലോ സാറേ. ഹലോ, ഇന്നെന്തോ എന്നോട് ചോദിക്കാൻ വന്നത്? അതൊന്ന് സാറ് എപ്പോഴെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? കാര്യം അത് നമ്മൾക്ക് മറ്റ് എപ്പിസ്കോപ്പൽ ചർച്ചസ് ആയിട്ടുള്ള ഒരു ഇത് വരുമ്പോഴത്തേക്കിനും, അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കും നമുക്ക് അതിനെ റൈറ്റ് ആയിട്ടൊന്നും ആൻസർ ചെയ്യാനായിട്ട് അതിനെപ്പറ്റി സാറിന്റെ ടൈം ഉള്ളപ്പോ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. മോസ്റ്റ് പ്രോബ്ലി സാറ് നെക്സ്റ്റ് ക്ലാസ് കാണുമോ? അതെ, ഉണ്ട്. മോസ്റ്റ് പ്രോബ്ലി വൺ ഓഫ് ദീസ് ഡേയ്സ് ഞാനത് കുറെ കൂടെ എക്സ്പ്ലാനറ്ററി ആക്കി തരാം. ഓക്കെ, താങ്ക് യു. വൺ ഓഫ് ദീസ് ഡേയ്സ് ഞാൻ എക്സ്പ്ലെയിൻ ഇറ്റ്. സ്റ്റിൽ ഫർദർ ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ്. താങ്ക് യു. അതിനോട് തന്നെ എനിക്കുള്ള
നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്ന സ്വർഗത്തിൽ കെട്ടപ്പെടും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്ന സ്വർഗത്തിൽ അഴിയപ്പെട്ടിരിക്കുന്ന ഒരു വാക്ക് യേശുവിന്റെ വാക്കുകൾ തന്നെ ഉണ്ടല്ലോ. ഉണ്ട്. ആ കെട്ടും അഴിക്കും ബന്ധപ്പെട്ടതല്ലേ? ആ കെട്ട് ഇതിനോട് ഈ കോണ്ടെക്സ്റ്റിലാ പറഞ്ഞിരിക്കുന്നത്. പക്ഷെന്നുണ്ടെങ്കിൽ ക്ഷമ എന്നുള്ളത് ഇതുമായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്യരുത്. ക്ഷമയുള്ള ഇതുമായിട്ട് മിങ്കിൾ ചെയ്യരുത്. ക്ഷമ അൺകണ്ടീഷണൽ ആയിട്ട് കൊടുത്തിരിക്കണമെന്ന കർത്താവ് പറഞ്ഞേക്കുന്നത്. ക്ഷമിക്കരുത് എന്നൊരു സെന്റൻസ് കർത്താവിൽ നിന്നില്ല. നിങ്ങൾ ക്ഷമിച്ചില്ലെങ്കിൽ പിതാവ് ക്ഷമിക്കത്തില്ല എന്നുള്ള ആകെ പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ മറ്റുള്ളവർ ക്ഷമിച്ചില്ലെങ്കിൽ പിതാവ് നിങ്ങളോട് ക്ഷമിക്കത്തില്ലെന്നാ പറഞ്ഞത്. അല്ല, അവനോടും ക്ഷമിക്കത്തില്ലെന്ന്. നിങ്ങൾ അവനോട് ക്ഷമിച്ചില്ലെങ്കിൽ കർത്താവ് അവനോട് ക്ഷമിക്കത്തില്ല എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ നമ്മുടെ ദുർവ്യാഖ്യാനങ്ങൾ വന്നതാണ്. ഓക്കെ സാറേ, ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഈ ഹീബ്രു റിലേറ്റഡ് ആയിട്ടുള്ള ലാംഗ്വേജിന്റെ ഒരു പഠിച്ചു വരുമ്പോ ഒരു സംശയം തോന്നിയത്, അബ്രഹാമിനെ ദൈവം വിളിച്ച് ഇറക്കി കൽദയ പട്ടണമായ ഊരിൽ നിന്ന്. അപ്പൊ അബ്രഹാം പോരുമ്പോഴും അബ്രഹാം സംസാരിച്ചിരുന്ന ഭാഷ ഏതായിരുന്നു? ഹീബ്രു ആണെങ്കിൽ അബ്രഹാം കൂടാതെ വേറെ കൽദയ പട്ടണമായ ഊരിൽ ആ ഭാഷ സംസാരിച്ചിരുന്നോ? അതോ പിൽക്കാലത്ത് അബ്രഹാമിന് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും പിന്നെ ഡെവലപ്പ് ചെയ്ത് വന്ന ഭാഷയാണോ ഹീബ്രു? അതിന്റെ ആ റൂട്ട് എങ്ങനെയാ കിടക്കുന്നെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ സാറേ? അത് ഒരു ഭയങ്കര മാറ്റർ ഓഫ് ഡിസ്പ്യൂട്ടാണ്. നമുക്ക് അതിനകത്ത് എനിക്ക് തെളിവായിട്ട് എടുക്കാൻ ഫസ്റ്റ് നമ്മുടെ വിശുദ്ധ വേദപുസ്തകം മാത്രമേ ഉള്ളൂ. ഇപ്പം ഷാരൻ അമേരിക്ക താമസിക്കുന്നു. ഷാരനെ ആൾക്കാര് അറിയാൻ വയ്യാത്തൊരു ഇന്ത്യക്കാരനെന്ന് അറിയാവുന്നൊരു മലയാളി എന്ന് പറയുന്നു, അല്ലയോ? ആ മലയാളി ബ്രദർ എന്നല്ലേ പറയുന്നത്? അറിയാവുന്നവര്. അറിയാൻ വയ്യാത്തവരോ ഈസ് എൻ ഇന്ത്യൻ എന്ന് പറയും. കാര്യം കാണുമ്പോൾ ഇന്ത്യക്കാരനെ പോലെ തോന്നുന്നു, അല്ലേ? അപ്പൊ ഇനി നമുക്ക് അബ്രഹാം ഇവിടെ വന്ന് താമസിക്കുമ്പോൾ, എവിടെ? ഈ കനാൻ ദേശം വന്ന് താമസിക്കുമ്പോൾ അബ്രഹാമിനെ പറ്റി ആൾക്കാർ പറയുന്നത് അബ്രഹാം ഹ ഇവ്രീത് എന്നാണ്. അബ്രഹാം ഹ ഇവ്രീത് എന്ന് പറഞ്ഞാൽ എബ്രായനായ അബ്രഹാം എന്നാണ്. എബ്രായൻ എന്ന് പറഞ്ഞാൽ പ്രൈമറിലി എബ്രായ ഭാഷ സംസാരിക്കുന്നവരെന്നാണ്. അബ്രഹാം ഹ ഇവ്രീത് എന്ന് പറയുമ്പോൾ ആ ഒരു ഒറ്റ സെന്റൻസ് മതി അബ്രഹാം സംസാരിച്ച ഭാഷ എബ്രായ ഭാഷയായിരുന്നു മനസ്സിലാക്കാൻ. ഇനി രണ്ടാമത്തെ കാര്യം, അങ്ങനാണെങ്കിൽ ഈ ഭാഷ വേറെ ആരെങ്കിലും സംസാരിക്കുമായിരുന്നോ? നമുക്ക് ഇങ്ങനെ അനുകൂലിക്കാം. ഇപ്പം ഷാരൻ ബദറിന് ഓൺ സപ്പോസ് യു ആർ എ ബില്യനിയർ ഇൻ അമേരിക്ക, സ്വന്തമായിട്ട് എംപ്ലോയീസിനെ വെക്കാനുള്ള അനുവാദം ഉണ്ടെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്നൊരു 100 പേരെ ആടിനെ മേയ്ക്കാനും വീട് മേയ്ക്കാനും എല്ലാം കൊണ്ടുവന്നിരിക്കട്ടെ. നിങ്ങളെല്ലാം കൂടെ അവിടെ സംസാരിക്കുന്ന മലയാള ഭാഷയായിരിക്കും, അല്ലയോ? നിങ്ങളുടെ ക്യാമ്പസിൽ എല്ലാവരും എന്താ സംസാരിക്കത്തുള്ളൂ? മലയാളം സംസാരിക്കത്തുള്ളൂ. നിങ്ങൾ പുറത്തിറങ്ങുന്നതുകൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും. അബ്രഹാമിന്റെ കൂടെ സോൾജിയേഴ്സ് ആയ 400 പേരുണ്ടായിരുന്നു. ആ 400 പേരുടെ ഭാര്യമാരും മക്കളും ഒന്ന് ആലോചിച്ച് നോക്കിയേ. സോൾജിയേഴ്സ് മാത്രം 400 പേരുണ്ടെങ്കിൽ ഇടയന്മാർ എത്ര പേരുണ്ടായിരുന്നു? ആലോചിച്ച് നോക്കി. പിന്നെ അബ്രഹാമിന് ഒരു സ്റ്റുവാർഡ് ഉണ്ടായിരുന്നല്ലോ, എലിയാസർ, അല്ലേ? അപ്പൊ ഒരു വലിയൊരു അല്ലായിരുന്നു അവര്. അപ്പൊ അവരുടെ ഗാംഗിൽ അവര് സംസാരിച്ചത് എബ്രായ ഭാഷയായിരുന്നു. അതുകൊണ്ടാണ് അവരെ എബ്രായ ഭാഷ സംസാരിച്ചതെന്ന് അന്ന് റെക്കഗ്നൈസ്. Now the question, where did it come from? Where did the Hebrew language come from? That is another matter of dispute. Dispute എന്ന് പറയുന്നതിനേക്കാളത് we can leave with imagination. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനു വേണ്ടി ഒരു സെഷൻ വെക്കാം, how it came എന്നുള്ളത്. എന്റെ ആൻസർ ഇപ്പം ഫോർ ദ ടൈം ബീങ് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലേ? അതിന്റെ ബാക്ക്ഗ്രൗണ്ടും കൂടെ ഒന്ന് അറിയാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. Background I could give you another time. I could give you another time. Yeah. Thank you. Welcome. താങ്ക് യു. ഇന്നത്തെ നമ്മുടെ ക്ലാസ്
ക്വസ്റ്റ്യൻ അവർ ഇവിടെ അവസാനിക്കുകയാണ്. ഈ സമയം വരെയും അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ്സുകൾ നയിച്ച കർത്താവ്ദാസൻ ഡോക്ടർ ബാബു ജോൺ വേട്ടമലയോട് നന്ദി അറിയിക്കുന്നു. ആദ്യോടന്തം പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രാവശ്യം കൂടെ നന്ദി അറിയിക്കുന്നു. കർത്താവിൻ്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ ശനിയാഴ്ച വൈകിട്ട് നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ തുടർച്ചയായുള്ള ഭാഗങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ടവരും 6 മണിക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനോഹരമായ പാട്ടുകൾ ശ്രവിക്കുന്നതിനും നിങ്ങളുടേതായ അഡ്മിഷൻ സംബന്ധമായുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നതിന് സൗകര്യമുണ്ടായിരിക്കും. നിങ്ങൾ ആ കാര്യത്തിൽ സഹകരിക്കുവാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥിച്ച് ആശീർവാദത്തോടെ കടന്നു പോകാം. ഹല്ലേലൂയ സ്റ്റഡി സർക്കിളിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കർത്താവ് ദാസന്മാരെയും ടീം അംഗങ്ങളെയും ഈ പ്ലാറ്റ്ഫോമിൽ കടന്നു വന്ന വചനം പഠിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഭരമേൽപ്പിച്ചുകൊണ്ട് നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മധ്യത്തിൽ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ VJ വർഗീസ് ഈ സമയത്ത് നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. അതിനായിട്ട് കർത്താവിന്റെ ദാസനെ ക്ഷണിച്ചുകൊള്ളുന്നു. പാസ്റ്റർ VJ വർഗീസ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, ഇന്ന് ഈ സന്ധ്യാസമയത്തും അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾക്ക് ആഴമേറിയ ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ കർത്തദാസിനെ അങ്ങ് ശക്തീകരിച്ച എല്ലാ കൃപയ്ക്കായി നന്ദി. കർത്തദാസിന് വീണ്ടും ആരോഗ്യവും ബലവും കൊടുത്ത് ഈ രാത്രിയിലും ഞങ്ങളെ വചനം പഠിപ്പിക്കുവാൻ തക്കണം ആത്മാവ് തൻ്റെ കൂടെ ഇരുന്നു, ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ കൂടെ ഇരുന്നതിനായി സ്തോത്രം. കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ വീണ്ടും വചനത്തിന്റെ ആഴങ്ങൾ ഗ്രഹിക്കുവാൻ ഞങ്ങളെല്ലാം പരിശുദ്ധാത്മാവിൽ ശക്തീകരിക്കുമാറാകണമെന്ന് ഞങ്ങൾ ദൈവത്തോട് ഈ രാത്രികാലം പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവര് ഈ വചനം പഠിക്കുന്നത് ഞങ്ങൾക്ക് ശിക്ഷാവിധിക്കല്ല, ആത്മീയ അനുഗ്രഹത്തിനും ഉന്നതിക്കും മറ്റുള്ളവരെ അത് പഠിപ്പിക്കുവാനും തക്കൊണ്ട് ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് ഒരിക്കൽ കൂടി അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന അങ്ങ് കേട്ടിരിക്കുക. സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശയോടെ നമുക്ക് പിരിയാം. ദൈവമായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.